പ്രൈസ് ലോർഡ്. സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ. നാം ഇസ്രായേലിൻ്റെ ചരിത്രം പിന്നെയും ഇന്ന് ഡിസ്കസ് ചെയ്യുവാൻ പോവുകയാണ്. റോയ് പാസ്റ്റർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകൾ അനേകർക്ക് അനുഗ്രഹമായി തീർന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. പ്രിയ റോയ് പാസ്റ്ററെ വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്. ഇന്നധികം ആ മുഖങ്ങളൊന്നുമില്ല അല്ലേ? സ്തോത്രം. നമ്മുടെ പ്രേക്ഷകരുടെ കമൻറ്റുകളാണ് സത്യത്തിൽ നമ്മളെ ഉത്സാഹിപ്പിക്കുന്നത്. നല്ല പ്രതികരണം അനേകർക്ക് അനുഗ്രഹമാകുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ചില കമൻറ്റുകൾ വന്നു പാസ്റ്ററെ. പ്രത്യേകിച്ച് ഒരു കമൻറ്റ് കോൺഗ്രസ് പാസ്റ്റേഴ്സ് എന്നാണോ കൺഗ്രാറ്റ്സ് പാസ്റ്റേഴ്സ് എന്നാണോ എഴുതിയതെന്ന് എനിക്കറിയില്ല. രണ്ടിൽ ഏതാണെങ്കിലും സ്വീകരിച്ചിരിക്കുന്നു. കോൺഗ്രസ് പാസ്റ്റേഴ്സ് എന്നാണെങ്കിൽ എനിക്കൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇസ്രായേലിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ പറയുന്നതുകൊണ്ടായിരിക്കും. അല്ല, നമ്മൾ എന്നോട് വൈറ്റ് ഇട്ടേക്കുന്നോണ്ടായിരിക്കും കോൺഗ്രസ് പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത്. ഇന്ന് പക്ഷെ വൈറ്റ് അല്ല, ഇന്ന് ഞാൻ കളർ മാറി. അന്നത്തെ വീഡിയോ നമ്മൾ രണ്ടുപേരും വൈറ്റ് ആയിരുന്നു. അതെ അതെ അതെ. അപ്പം പ്രേക്ഷകരോട് പറയുന്ന ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെ രാഷ്ട്രീയ ചരിത്രം. ഞങ്ങളാകുന്ന കാലത്ത് രണ്ടുപേരും രണ്ട് പാർട്ടിയിലായിരുന്നു. ഞാനീ പറഞ്ഞതുപോലെ KSUവിൻ്റെ പുറകെ നടന്നപ്പോൾ പാസ്റ്റർ അറിയപ്പെടുന്ന ഒരു SFI നേതാവായിരുന്നു. അങ്ങനെയല്ലേ പാസ്റ്ററെ? ആയിരുന്നു. SFIയുടെ ചെന്നീർക്കർ ITയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഞാൻ KSUവിൻ്റെ റാന്നി സെന്റ് തോമസ് കോളേജ് യൂണിറ്റിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ കർത്താവ് വിടുവിച്ച് പഴയ KSUക്കാരനും പഴയ SFIക്കാരനും കൂടെ ഒന്നിച്ചാണ് രാഷ്ട്രീയ അഭിപ്രായങ്ങളൊന്നും പറയാതെ ഇന്ന് നമ്മൾ ഇസ്രായേലിനെ കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും പറയുന്നത്. ഞങ്ങൾക്കൊരു പാർട്ടിയേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഇന്ന് SFIക്കാരോ KSUക്കാരോ അല്ല. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ദൈവരാജ്യം പ്രസംഗിക്കുന്നവരാണ്. ഞങ്ങളുടെ രാഷ്ട്രീയം കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യമാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോടും നമുക്ക് അഭിനിവേശമില്ല, കടപ്പാടുകളില്ല. അതുകൊണ്ട് വളരെ സത്യസന്ധമായിട്ട് ദൈവവചനവും ദൈവരാജ്യവും പഠിപ്പിക്കുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അതൊക്കെ ഒരു നല്ല അനുഭവം അല്ലേ പാസ്റ്ററെ? അതെ 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 പാസ്റ്ററെ. ദൈവം നമ്മളെ അവിടുന്നെല്ലാം വിടുവിച്ചു. കർത്താവിന്റെ രാജ്യത്തിനകത്ത് ആക്കി വെച്ചത് തന്നെ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും ദൈവത്തോടുള്ള നന്ദിയും പാസ്റ്ററെ. പാസ്റ്ററുടെ സാക്ഷ്യം നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷേ പ്രേക്ഷകർക്ക് അത് കാണുന്ന അനുഗ്രഹമായിരിക്കും. യുവ ഫോർ ജീസസിൽ പാസ്റ്റർ വന്ന് നമുക്ക് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയം കൂടി ബാംഗ്ലൂരിലേക്ക് ഒന്ന് മാറ്റി നിർത്തിയതാണ് പാസ്റ്ററെ. അതാണ് സത്യത്തിൽ ജീവിതത്തിലെല്ലാം വഴിത്തിരിവായി മാറിയത്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച നിർത്തിയെടുത്തുനിന്ന് പിന്നെയും തുടങ്ങാം അല്ലേ പാസ്റ്ററെ? യെസ് പാസ്റ്ററെ. അതെ, നമ്മൾ ദൈവം ക്രൂരനാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. ഈ അടുത്ത സമയങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന മറ്റൊരു കാര്യമാണ്, ദൈവം യുദ്ധക്കുതിയനാണോ? കാരണം വേദപുസ്തകത്തിൽ ദൈവം എന്ന് പറയുമ്പോൾ യഹോവ എന്ന പദമാണ് ആളുകൾ പലപ്പോഴും ഉപയോഗിക്കുന്നത്. യഹോവ യുദ്ധക്കൊതിയനാണ് എന്നൊക്കെ ഒരു പ്രൊപ്പഗണ്ട തന്നെ ആളുകൾ പടച്ചുവിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. സത്യത്തിൽ വേദോസം നന്നായിട്ട് അടുത്തറിയാവുന്ന നമുക്കറിയാം, സ്നേഹവാനാകുന്ന ദൈവത്തെ ആ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കാണിക്കുന്നത്. പഴയ നിയമത്തിലെ യുദ്ധങ്ങൾക്ക് എന്ത് സാധൂകരണമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? യുദ്ധക്കൊതിയനാണോ? ക്രൂരനാണോ? എന്തുകൊണ്ടാണ് കനാനിലെ രാജ്യങ്ങളോട് അത്ര വലിയ യുദ്ധങ്ങൾ ഇസ്രായേലിന് ചെയ്യേണ്ടി വന്നത്? ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിന്ന് പഠിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ ഭാഗത്തെ കടക്കുന്നതിന് മുമ്പേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നെ ചിന്തിപ്പിക്കുന്നൊരു വിഷയമാണ്. എനിക്ക് സ്വല്പം ക്ലൈമറ്റിൻ്റെ അസ്വസ്ഥതകളുണ്ട്. പ്രേക്ഷകർ ദയവായിട്ട് ക്ഷമിക്കുക. ഈ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നടക്കാൻ പറഞ്ഞല്ലേ? അതെ. നിൻ്റെ ഉള്ളങ്കാൽ വെക്കുന്ന സ്ഥലമൊക്കെയും ദൈവം നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വത അവകാശമായി നൽകുമെന്ന് പറഞ്ഞു. ഞാൻ ഈ കുറേ ദിവസങ്ങൾ കൊണ്ട് ചിന്തിക്കും, നടക്കുന്നതിൻ്റെ, ഉള്ളങ്കാൽ വെക്കുന്നതിൻ്റെ ശക്തി എന്താ, അതിൻ്റെ രഹസ്യം എന്താ, അതിൻ്റെ പവർ എന്താ എന്ന് എനിക്ക് എൻ്റെ ചിന്തയിൽ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാസ്റ്റർക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായമുണ്ടോ? പാസ്റ്ററെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയൊക്കെ ദൈവത്തിന്റെ വെളിപ്പാടുകൾ നടന്നിട്ടുണ്ടോ അവിടൊക്കെ കർത്താവ് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക. മോശയോട് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പറയും. ഇനിയും ദൈവം യോശുവയോട് പറയുന്നുണ്ട്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക. അവിടുന്ന് വിശുദ്ധ ഭൂമിയാ, അവിടുന്ന് യോശുവ സാഷ്ടാംഗം വീഴുന്നൊക്കെ സംഭവങ്ങളുണ്ട്.
എവിടെ ഇവൻ ആലയത്തില് സമാഗമന കൂടാരത്തിന് അത് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലും അവിടെ ഇങ്ങ് ചെരുപ്പില്ല പാസ്റ്ററെ. വസ്ത്രം എല്ലാം പറഞ്ഞിട്ടുണ്ട്, അവിടെ ചെരുപ്പില്ല. ഇനിയും യോശുവയോട് പറയുന്ന ഒരു ഭാഗം ഇതാണ്. യോർദാൻ കടക്കുമ്പോൾ പുരോഹിതന്റെ ഉള്ളങ്കാല് ചവിട്ടുന്ന സ്ഥലം, ഞാൻ ആദ്യം പറഞ്ഞതല്ല, പുരോഹിതന്റെ യോർദാന്റെ കടവിൽ പുരോഹിതന്റെ ഉള്ളങ്കാല് യോർദാന്റെ വെള്ളത്തിൽ വീഴുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിൽക്കും. പക്ഷെ അബ്രഹാമിനോട് പറഞ്ഞതിനെ കുറിച്ച് എൻ്റെ ഉള്ളിലുള്ള ഒരു കൺവിക്ഷനും ഞാൻ സീനിയറായിട്ടുള്ള ദൈവദാസന്മാര് പറഞ്ഞു കേട്ടിരിക്കുന്നത്, അന്നത്തെ കാലത്ത് ഈ വസ്തു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നടന്നായിരുന്നു അളന്നെടുക്കുന്നത്. ഒരാൾ ഇത്ര ദൂരം നടന്ന് ഇതായി കഴിഞ്ഞാൽ ഇതെന്റെയാന്ന് പറയുന്നത്. ദൈവത്തിന്റെ സിസ്റ്റം ഒരു സ്പിരിച്വൽ വാർഫെയറിന്റെ സിസ്റ്റം പോലെ ദൈവം അതിനെ യൂസ് ചെയ്തതായിട്ടാണ് എനിക്ക് മനസ്സിലായേക്കുന്നത്. കാരണം ഒരാള് ദേശത്തെ പൊസസ് ചെയ്യുക, ദേശത്തെ അവകാശം പറയുന്നതിന് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റം പോലെ ദൈവം അത് ഇൻസിസ്റ്റ് ചെയ്തെന്നാണ് എന്റെ മനസ്സിലുള്ള ഒരു കൊച്ചു ചിന്ത പാസ്റ്ററെ. കാരണം അത് ദൈവത്തിന്റെ വചനത്തിൽ എഴുതണമെങ്കിൽ അതിന്റെ പിന്നിൽ പല അർത്ഥങ്ങളുണ്ട്. നീ നെടുകയും കുറുകയും നടക്കുക. അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ നെടുകയും കുറുകയും എന്ന് പറയുമ്പോൾ അത് ക്രോസിന്റെ ഷേപ്പിലാണ് വരുന്നത്. നെടുകയും കുറുകയും നടക്കുക എന്നുള്ളത്. കാരണം അതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സുകളിൽ നമുക്ക് ഒരു പക്ഷെ കാണാൻ വേണ്ടി പറ്റും. ദൈവത്തിന്റെ ഒരു സിസ്റ്റമായിരുന്നു തന്റെ പുത്രനിൽ കൂടെയുള്ള വരവിനെ കുറിച്ചും തന്റെ പുത്രനെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ദൈവത്തിന്റെ സിസ്റ്റം. അത് പല രീതികളിൽ ദൈവം വിശുദ്ധന്മാരിൽ കൂടെ അല്ലെങ്കിൽ ദൈവജനത്തിൽ കൂടെ അത് ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പം നെടുകയും കുറുകയും നടക്കാൻ പറഞ്ഞു. മറ്റൊരു ഭാഗത്ത് ദൈവം പറഞ്ഞു, നീ തല ഉയർത്തി നോക്കുക. നിനക്ക് നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ തല ഉയർത്തി നോക്കുക. നീ കാണുന്ന സ്ഥലം ഞാൻ നിനക്ക് തരാം. അപ്പം ദൈവം നമുക്കൊരു അവകാശം തന്നിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോമിസ് തന്നിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ബൈബിള് പഠിപ്പിക്കുന്നില്ല നമ്മൾ ചുമ്മാതെ വീട്ടിൽ ഇരുന്നാൽ നടക്കുമെന്ന്. കാരണം വാഗ്ദത്തത്തിന് അതിനനുസരിച്ചുള്ള വിശ്വാസത്തിന്റെ ചുവടുകൾ വെക്കണം. പുതിയ നിയമസഭയിലായാലും അങ്ങനെ പാസ്റ്ററെ, വാഗ്ദത്തമുള്ള ദൈവമക്കൾക്ക് ചുമ്മാതിരിക്കാൻ പറ്റത്തില്ല. അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അന്നന്ന് തരുന്ന ദൈവത്തിന്റെ നിയോഗം അനുസരിച്ച്, ദൈവം തരുന്ന നിയോഗം അനുസരിച്ച് ഒരുപക്ഷെ പ്രാർത്ഥിക്കാനായിരിക്കാം, ഒരുപക്ഷെ ഉപവസിക്കാനായിരിക്കാം, ഒരുപക്ഷെ ദേശത്തോട്ട് ഇറങ്ങി പ്രാർത്ഥിക്കാനായിരിക്കാം, മറ്റുള്ളവരോട് ഗോസ്പൽ പറയാനായിരിക്കാം. ഇങ്ങനെ പല രീതികളിൽ കാണാം ദൈവത്തിന്റെ അന്നന്ന് ദൈവം നടത്തുന്നത്. പക്ഷെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും പവർഫുള്ളായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് നടക്കുക, ദേശത്തൂടെ നെടുകയും കുറുകയും നടക്കുക, ദേശത്തെ നോക്കി അവകാശം പറയുക. കാരണം മനുഷ്യന്റെ കൈകളിലെ ഭൂമിയുടെ അവകാശം, ഭൂമിയുടെ അധികാരം ദൈവം ഏൽപ്പിച്ചത് പാസ്റ്ററെ എന്നാണ് എൻ്റെ ഉള്ളിലുള്ള ഒരു കൊച്ചു ചിന്ത. അതാണ് മറുപടി പാസ്റ്ററെ. അതെ പാസ്റ്ററെ, എനിക്ക് കഴിഞ്ഞ ദിവസങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നത്, ആദമിനോട് ദൈവം കൽപ്പിക്കുന്നത് ഭൂമിയിൽ വാഴുവാനാണ് കൽപ്പിക്കുന്നത്, അതോറിറ്റി സ്ഥാപിക്കുക. അപ്പോൾ അബ്രഹാമും നടക്കുമ്പോൾ പാസ്റ്റർ പറഞ്ഞതുപോലെ ആ ദേശത്തിന്മേൽ, ആ നടന്ന ഭാഗങ്ങളുടെ മേൽ ഒരു അതോറിറ്റി സ്ഥാപിക്കുക ചെയ്യുന്നത്. ആ ആത്മമണ്ഡലത്തിൽ, സ്പിരിച്വൽ റലത്തിൽ കാലുകൾ പതിയുന്നതൊക്കെ അവൻ്റെ അവകാശമായി മാറുന്ന, അവന് വേണ്ടി അളന്നു തിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുക ചെയ്യുന്നത്. അതുകൊണ്ട് അബ്രഹാം ഒത്തിരി സഞ്ചരിച്ചു. പക്ഷേ ഇസ്ഹാക്ക് അധികം ട്രാവൽ ചെയ്തില്ല. ഇസ്ഹാക്ക് കൂടുതൽ ഒരു സ്ഥലത്ത് തന്നെ താമസിച്ച വ്യക്തിയായിരുന്നു, സമാധാന പുരുഷനായിരുന്നു. അത് തന്നെയല്ല, യേശുക്രിസ്തുവിൻ്റെ നിഴലിലാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ യേശു പാലസ്തീൻ്റെ ഒരു ചെറിയ വിഭാഗം വിട്ട് വെളിയിലോട്ട് സഞ്ചരിച്ചിട്ടില്ല. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാരാണ് ആ അതിരുകളൊക്കെ വിട്ട് ഭൂമിയുടെ അറ്റത്തോളം പോയത്. അബ്രഹാം ഇസ്ഹാക്കും തമ്മിൽ ആ കാര്യത്തിൽ തന്നെ പ്രകടമായൊരു വ്യത്യാസമുണ്ട്. അബ്രഹാം കാല് വെച്ച സ്ഥലം, സന്തതിക്കുള്ള സ്ഥലം, സന്തതി ഒരിടത്ത് പാർത്തുകൊണ്ടത് അവകാശമാക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പലപ്പോഴും ഉണ്ടാകുന്നൊരു ചോദ്യമാണ്, ഈ പറഞ്ഞ പോലെ അബ്രഹാം ശരിക്കും ഒരു ദേശാന്തരിയായിരുന്നുവോ, അബ്രഹാം സഞ്ചരിച്ച വ്യക്തിയായിരുന്നുവോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. വേദവസത്തിൽ സംശയത്തിന് വകയില്ലാതെ ഇബ്രായ ലേഖനത്തിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള ഒരു നഗരത്തിനായി കാത്തിരുന്നു. അതുപോലെ തന്നെ അബ്രഹാമിൻ്റെ യാത്ര ശ്രദ്ധിച്ചാൽ അബ്രഹാം സഞ്ചരിച്ച അതിരുകൾ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അബ്രഹാം ഒരിക്കലും പട്ടണങ്ങളിലേക്ക് യാത്ര ചെയ്തില്ല. ബേർഷേബയുടെ അതിര് വരെ അബ്രഹാം വന്ന് നിന്നെന്നാണ് പറയുന്നത്. പിന്നീട് പട്ടണമാണ്. അപ്പോൾ അബ്രഹാമിൻ്റെ യാത്രകൾ ഒരിക്കലും പട്ടണങ്ങളെ ലക്ഷ്യമാക്കിയുള്ള യാത്രകളായിരുന്നില്ല.
കാരണം ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള നഗരത്തിന് വേണ്ടി കാത്തിരുന്ന മനുഷ്യൻ സഞ്ചരിച്ച് മുഴുവൻ പട്ടണം ഒഴിവാക്കിയ ഭാഗങ്ങളിലേക്കായിരുന്നു. പിന്നീട് അവിടെ പട്ടണങ്ങൾ വന്നു എന്നുള്ളത് മറ്റൊരു ഭാഗം. അബ്രഹാം നടന്ന മണ്ണ്, ഭക്തൻ്റെ കാല് പതിച്ച മണ്ണ് മാറി മലർവാടിയായി തീർന്ന മരുഭൂമി എന്ന് പറയുന്ന ഒരു പുസ്തകം എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു യാത്രാ വിവരണമാണ്. ഹോളി ലാൻഡ്, വിശുദ്ധ ദേശമെന്നോ പാലസ്തീൻ എന്നോ ഒക്കെ പറയുന്ന ഭാഗം കാണാൻ പോയിട്ട് വന്ന ഒരു ദേവദാസൻ എഴുതിയ പുസ്തകത്തിൻ്റെ പേരാ മലർവാടിയായി തീർന്ന മരുഭൂമി. അബ്രഹാം തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടതൊരു മരുഭൂമിയാണ്. ലോത്ത് തിരഞ്ഞെടുത്ത നീരോട്ടമുള്ള സുന്ദരമായ പ്രദേശം. എന്നാൽ അബ്രഹാമിനോട് ദൈവം തലയുയർത്തുവാൻ പറഞ്ഞപ്പോൾ കണ്ടത് മരുഭൂമിയാണ്. നടന്നതൊക്കെ ആ മരുഭൂമിയിലാണ്. പക്ഷേ ഭക്തൻ്റെ കാല് പതിച്ച ആ മണ്ണൊക്കെ പിന്നീട് സുന്ദരമാകുന്ന ഒരു മലർവാടിയായിട്ട്, ഒരു പൂന്തോട്ടമായിട്ട് മാറുവാനിടയെത്തുന്നു. ഇന്ന് ഇസ്രായേലിനെ കുറിച്ച് നമുക്കറിയാം, ലോകത്തിൽ ഏറ്റവും അധികം ഓർക്കിഡ് പുഷ്പങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതിയും ചെയ്യുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇസ്രായേൽ മാറി. ഭക്തൻ്റെ കാല് പതിച്ചതിൻ്റെ ഒരു അനുഗ്രഹമാണ്. എന്നാൽ ലോത്ത് തിരഞ്ഞെടുത്ത സുന്ദരമായ ഭൂമി പിന്നീട് അത് ഊഷരഭൂമിയായി ചാവുകടലായി മാറിയത് ചരിത്രമാണ്. അപ്പോൾ യുദ്ധങ്ങളിലേക്ക് മടങ്ങി വരാം അല്ലേ പാസ്റ്ററെ? യെസ് പാസ്റ്ററെ. യുദ്ധങ്ങളിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയെടുത്തുനിന്ന് പാസ്റ്റർക്ക് തന്നെ തുടങ്ങാം. യെസ് പാസ്റ്റർ, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്രേക്ഷകരോട് എന്തും കൊണ്ടാണ് ഇസ്രയേൽ മക്കളിൽ കൂടെ ദൈവം യുദ്ധം ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് തുടങ്ങിയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ 1-2 വാക്യങ്ങൾ മാത്രമേ നമ്മൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ പ്രേക്ഷകരോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റിയുള്ളൂ. അതിനുവേണ്ടി 1-2 റെഫറൻസ് കൂടെ ഞാൻ നിങ്ങളോട് കൂടെ പറയുക. ഒന്നാമത്തെ റെഫറൻസ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചായിരുന്നു. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിന്റെ വാക്യങ്ങൾ നമ്മൾ വായിച്ചു. ഭയങ്കരമായിട്ടുള്ള ഇമ്മോറൽ കറപ്ഷൻസ് ആയിരുന്നു, ഇമ്മോറൽ രീതികളിലായിരുന്നു ഈ ജാതികളായ ജനം നടന്നുകൊണ്ടിരുന്നത്. ഞാൻ ഈ ജാതികളെ കുറിച്ചുള്ളൊരു മറ്റൊരു ചരിത്രം കൂടെ ഒന്ന് പറയട്ടെ. ടോട്ടലി ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി, ഈജിപ്തിൽ നിന്ന് ഇറങ്ങി കനാൻ ദേശത്ത് എത്തുന്നിടം വരെ ടോട്ടലി ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു 33 രാക്ഷസന്മാരുള്ള ജാതികളെ ജയിച്ചു വേണമായിരുന്നു അക്കരെ ചെല്ലാൻ. കനാൻ ദേശത്ത് മാത്രം 7 ജാതികൾ ഉണ്ടായിരുന്നു. 7 ജാതികൾ. ഇവരെല്ലാവരുടെയും ആ ജാതിയുടെ സിസ്റ്റം പഠിക്കാമെങ്കിൽ ഇവരെല്ലാം പൈശാചിക ശക്തികളാൽ ഇടകലർന്ന് ഭൂമിയിലെ മനുഷ്യന് പോലും കെണിയാകത്തക്ക രീതിയിൽ, മനുഷ്യന് പോലും അപകടം വരത്തക്ക രീതിയിൽ, അതുപോലെ മ്ലേച്ഛതയിലും അതുപോലെ രക്തകലുഷിതമായ ബ്ലഡ് സാക്രിഫൈസിനകത്തും ഇവൻ അതുപോലെ വീണുപോയി. ഇതിനകത്തെ മറ്റൊരു കാരണമായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇമ്മോറാലിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ചെങ്കിൽ പോലും രണ്ടാമത്തെ ഒരു കാര്യമായിരുന്നു ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിന്റെ 2 തൊട്ട് 4 വരെയും 12-ാം അധ്യായത്തിന്റെ 29 തൊട്ട് 31 വരെ കഴിഞ്ഞ ആഴ്ച ഒന്ന് തൊട്ട് പറഞ്ഞു. അവിടെ പറയുന്നതിനെ കുറിച്ച് പറയുന്നു ചൈൽഡ് സാക്രിഫൈസ്. ഭയങ്കരമായിട്ടും മനുഷ്യ കുഞ്ഞുങ്ങളെ കുരുതി കൊടുത്ത് ഈ അശുദ്ധ ശക്തികളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്യുമായിരുന്നു. പക്ഷെ ആർക്കിയോളജിക്കൽ സ്റ്റഡി, പ്രത്യേകിച്ച് ജെറിക്കോ വോളിനെ കുറിച്ച് അതിനെക്കുറിച്ച് പഠിക്കുന്നവർ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം ഞാൻ അവരുടെ ഡോക്യുമെന്ററി അകത്തൂടെ കേട്ടിട്ടുണ്ട്. ഈ ആർക്കിയോളജിക്കൽ ഇവർ പോയി പഠിക്കുന്ന സമയത്ത് എരിഹോ മതിലിന്റെ ഒരു പ്രത്യേക ഒരു ഭാഗത്തുനിന്ന് അനേക കുഞ്ഞുങ്ങളുടെ തലയോട്ടികൾ കണ്ടെടുത്തു. അവരതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചരിത്രങ്ങൾ ഇപ്രകാരമാ. ഈ തലയോട്ടികളല്ല, ഈ പ്രത്യേക സ്ഥലത്ത് നരബലി നടത്തിയിരുന്ന സ്ഥലങ്ങളായിരുന്നു ഈ കുഞ്ഞുങ്ങളെ. പിന്നെ അവരുടെ കൾച്ചർ പറയുക, അവരുടെ കൾച്ചർ, അന്നുണ്ടായിരുന്ന ആൾക്കാരുടെ കൾച്ചർ, ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റും അവർ പറയുന്ന ഇപ്രകാരമാ. ഈ കുഞ്ഞുങ്ങളെ നരബലി കൊടുക്കുന്ന സമയത്ത് പുത്രിമാരെയും ദേവപൂജയിൽ പ്രവേശിപ്പിച്ചു, അഗ്നിയിൽ കൂടെ പ്രവേശിപ്പിച്ചു എന്നൊക്കെ ബൈബിള് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊടുക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളുടെ ശബ്ദം, കരച്ചിൽ മറ്റുള്ള പ്രത്യേകിച്ച് മാതാപിതാക്കളും മറ്റുള്ള ഇവരുടെ ആരും കേൾക്കാതിരിക്കാൻ ആ സമയത്ത് ഭയങ്കരമായിട്ടും ഈ എന്ന് പറയുന്ന പെരുമുറ മുഴക്കി, ഭയങ്കര ചെണ്ടയും ഇതൊക്കെ മുഴക്കി ശബ്ദം ഉണ്ടാക്കും, ഭയങ്കര കോലാഹലം ഉണ്ടാക്കും. കാരണം ഈ കുഞ്ഞുങ്ങൾ സാക്രിഫൈസ് ആകുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ വെളിയിൽ കേൾക്കല്ല. അതുപോലെ നികൃഷ്ടമായിട്ടുള്ള രീതികളിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കനാന്യർ ചെയ്തിരിക്കുന്നത്. ഇനി വീണ്ടും ആവർത്തന പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരാമെങ്കിൽ
നമുക്ക് ആ വാക്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞിട്ട് പോകാം. ആവർത്തന പുസ്തകം 20-ാം അധ്യായം അതിന്റെ 10 തൊട്ട് 18 വരെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 10 തൊട്ട് 18 വരെയുള്ള അതിന്റെ ചെറിയ ചെറിയ വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, നോക്കിയാൽ അതിന്റെ 18-ാമത്തെ വാക്യം തന്നെ 17ഉം 18ഉം വാക്യങ്ങളും തന്നെ ഒന്ന് വായിക്കാം. ഹിത്യർ, അമോര്യർ, പെരിസ്യർ, കനാന്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരെ ഇന്ന് ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ ശപഥാർപ്പിതമായി സംഹരിക്കണം. അവർ തങ്ങളുടെ ദേവപൂജയിൽ ചെയ്തു പോരുന്ന സകല മ്ലേച്ഛതകളും ചെയ്യുവാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ. നോക്കി എത്രമാത്രം ക്രൂരമായിട്ടുള്ള പ്രവർത്തികളാണ്. അതിന്റെ മുകളിലോട്ടൊക്കെ വായിക്കാമെങ്കിൽ നമുക്ക് അനേക ഡീറ്റെയിൽ കിട്ടും. അപ്പൊ ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് ദൈവം യുദ്ധം അനുവദിച്ചു? ഭയങ്കര ഹൈലി മോറൽ കറപ്ഷൻസ്. അപ്പൊ ഒരാള് ചെയ്തതോ രണ്ടുപേര് ചെയ്തതോ അല്ല. സൊദോം ഗൊമോറയെ കുറിച്ച് പറയുന്നു, അവിടെ ഒരു നീതിമാനെ കാണിച്ചു തന്നാൽ ദൈവം ആ പട്ടണത്തെ വിടുവിക്കുമെന്നാ പറഞ്ഞു. കാരണം ദൈവം നീതിമാനാ. ദൈവം ദുഷ്ടനോടുകൂടെ നീതിമാനെ നശിപ്പിക്കത്തില്ല. ദൈവം നീതിയില്ലാതെ ന്യായം നടത്തത്തില്ല. കാരണം ആ പട്ടണം മൊത്തം അതുപോലെ കറപ്റ്റഡ് ആയി. അപ്പൊ ഒന്നാമത്തെ റീസൺ ഇമ്മോറൽ സിൻ. രണ്ടാമത്തെ ചൈൽഡ് സാക്രിഫൈസ്. അതുപോലെ നരബലി നരക്കുരുതിയും നടത്തിയ ഒരു ജനവും ജാതിയുമായിരുന്നു ദൈവം കൊന്നുകളഞ്ഞേക്കാൻ, തകർത്ത് കളഞ്ഞേക്കാൻ പറഞ്ഞ ഈ ഒരു ജാതി. അടുത്തത് മൂന്നാമത്തെ ഐഡലട്രി ആൻഡ് അഡൾട്ടറി. അതുപോലെ വ്യഭിചാരവും. എങ്ങനെ ദൈവത്തെ, സൃഷ്ടിതാവാം ദൈവത്തെ അല്ലെങ്കിൽ ക്രിയേറ്റർ അല്ലാത്ത ദൈവത്തെ എങ്ങനെ ആരാധിക്കാം, ദൈവത്തെ എങ്ങനെ ഏതൊക്കെ ഷേപ്പിൽ ഉണ്ടാക്കാം, എങ്ങനെ പൈശാചിക മണ്ഡലം അവരുടെ ചിന്തകളെ വികൃതമാക്കി എന്നുള്ളതിന്റെ ഒരു അടയാളം കൂടിയായിരുന്നു. അടുത്തത് അബോമിനേഷൻസ്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിനകത്ത് അതിന്റെ 22 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറയുന്നുണ്ട്. നോക്കിയേ, 24-ാമത്തെ വാക്യം മാത്രം 22 തൊട്ട് വായിച്ചാൽ, യഹൂദ യഹോവയ്ക്ക് അനിഷ്ടമുള്ളതൊക്കെയും അനിഷ്ടമായി ഉള്ളതെല്ലാം ചെയ്തു. അവർ ചെയ്ത പാപങ്ങൾക്ക് അവരുടെ പിതാക്കന്മാർ ചെയ്തതിനേക്കാൾ അധികം അവനെ ക്രുദ്ധിച്ചു. എങ്ങനെയെന്നാൽ അവർ ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ച മരത്തിൻ കീഴിലൊക്കെയും പൂജാഗിരികളെയും സ്തംഭവിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെ ഉണ്ടാക്കി. പുരുഷമൈഥുനക്കാരെയും ദേശത്തുണ്ടായിരുന്നു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ സകല മ്ലേച്ഛതകളും അവർ അനുകരിച്ചു. ഈ ഇസ്രായേൽ മക്കളുടെ അകത്തേക്ക് വന്ന ഒരു കാര്യം കൂടെയാ. അപ്പൊ അബോമിനേഷൻസ് ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും 2 ദിനവൃത്താന്തം നമ്മൾ വായിക്കാൻ പോയി കഴിഞ്ഞാൽ സമയം പോകും. 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം, അവിടെയെല്ലാം 2 ദിനവൃത്താന്തം 36-14, എസെക്കിയേൽ 16, ഇവിടെയെല്ലാം പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ വെച്ചുകൊണ്ട് ഒന്നോ രണ്ടോ വാക്യങ്ങളുടെ ബലത്തിലല്ല, അനേക വാക്യങ്ങളുടെ ബലത്തിൽ നമുക്ക് പറയാം ആ ദേശത്തിന്റെ മ്ലേച്ഛത, അതിക്രമം, അവരുടെ അകൃത്യം അതുപോലെ കഠിനമായിരുന്നു. ഭൂമി ദേശം അവരെ ഛർദ്ദിച്ചു കളഞ്ഞു. ഇവരോട് തന്നെ ഇസ്രായേൽ മക്കളോട് പറയുന്നുണ്ട്, ദേശം അവരെ ഛർദ്ദിച്ചു കളഞ്ഞു. പക്ഷേ ഞാൻ ഒരു കാര്യം കൂടി ഇതിനകത്ത് ആഡ് ചെയ്തോട്ടെ. ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്ത് എത്തിയില്ല. എത്തുന്നതിനെക്കാട്ടിലും മുൻപേ ജിയോഗ്രാഫിക്കലി പറയാമെങ്കിൽ യോർദാൻ ഇക്കരെ വെച്ച് അല്ലെങ്കിൽ മോവാബി സമഭൂമിയിൽ വെച്ച് ദൈവം പ്രമാണങ്ങൾ കൊടുത്തു. ദൈവം പ്രമാണങ്ങൾ കൊടുക്കുന്ന 2 സമയത്താ പ്രമാണം കൊടുക്കുന്നത്. ഒന്ന്, സീനായി പർവ്വതത്തിന് താഴ്വര വെച്ച് പ്രമാണം കൊടുത്തു. 2, സീനായി പർവ്വതത്തിൽ വെച്ച് കൊടുത്ത പ്രമാണങ്ങളെ കൂടാതെ മോവാബ്യ സമഭൂമിയിൽ വെച്ച് ദൈവം വീണ്ടും പ്രമാണങ്ങളെ കൊടുത്തു, അക്കരെ കയറുന്നതിന് മുമ്പേ. പക്ഷെ അക്കരെ കയറുന്നതിനെക്കാട്ടിലും മുൻപേ ദൈവം പറഞ്ഞു, നിങ്ങൾ അവിടെ ചെന്നിട്ട് അവരുടെ മര്യാദ, അതിനകത്തൊരു 6-7 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അവരുടെ ആരാധന പോലെ ആയിരിക്കരുത് നിങ്ങളുടെ ആരാധന. കാരണം നിങ്ങൾ വിശുദ്ധനായ ദൈവത്തെ സേവിക്കുന്നതാ. അവര് വെറുക്കുന്ന മ്ലേച്ഛപരമായ രീതികളിൽ നിങ്ങൾ നടക്കല്ല. ഒന്ന്, ആരാധന വിശുദ്ധമായിരിക്കണം. 2, നിങ്ങളുടെ ആചാരം. നിങ്ങൾക്ക് അവരെ പോലുള്ള ഫീസ്റ്റുകളല്ല നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. ദൈവം തന്റെ പുത്രനെ വരച്ചു കാണിക്കേണ്ടതിന് വിശുദ്ധമായ പ്രമാണങ്ങളെ ദൈവം കൊടുത്തു, ആചാരം. 3-ാമത്തെ കാര്യം, വസ്ത്രധാരണം.
വസ്ത്രധാരണം. ദൈവം പ്രത്യേകിച്ച് പറഞ്ഞു, അവിടെ ചെല്ലുന്നത് പോലെയുള്ള വസ്ത്രധാരണം നിങ്ങൾ നടത്തരുത്. അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ പോലെ നിങ്ങൾ ആചരിക്കരുത്. അടുത്ത 4-ാമത്തെ കാര്യം, വിവാഹം ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞു, വിവാഹത്തിന് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയും അരുത്, വിവാഹത്തിന് ഇങ്ങോട്ട് എടുക്കുകയും അരുത്. കാരണം നിങ്ങൾ എനിക്കൊരു വിശുദ്ധ സന്തതിയാ. ഇപ്പം വിവാഹത്തിന്റെ കാര്യം, ഇങ്ങനെ ദൈവം അനേക കാര്യങ്ങളെ ദൈവം ഇവരോട് പറഞ്ഞിട്ടാണ് അക്കരെ കയറ്റുന്നത്. ദൈവരോട് പറഞ്ഞു, ഞാൻ വെറുക്കുന്ന കാര്യങ്ങളാ ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ. അവരുടെ സിസ്റ്റം അതുപോലെ ആയിരുന്നു. ഇസ്രായേൽ മക്കൾ പലപ്പോഴും അവരുടെ കൂട്ടത്തിൽ ഇടകലർന്നുപോയി. ഇടകലർന്നു പോയപ്പോഴും ദൈവം പറയുന്നുണ്ട്, അവരെ വാൺ ചെയ്യുന്നുണ്ട്. കാരണം അറിയാവുന്ന ദൈവം പറഞ്ഞു, നിങ്ങൾ അഥവാ അവരുടെ കൂട്ടത്തിൽ ഇടകലർന്നാൽ, ലേവ്യ പുസ്തകം 26 പറയുന്ന ഒരു വാക്കുണ്ട്. ലേവ്യ പുസ്തകം 26, നിങ്ങൾ ഇടകലർന്നാൽ ഞാൻ ആദ്യം നിങ്ങളുടെ നടുവിലേക്ക് മാനസാന്തരപ്പെടാൻ ഞാൻ പല കാര്യങ്ങൾ അയക്കും. എന്റെ പ്രവാചകന്മാരെ അയക്കും, അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ ഇടപെടും. എന്നിട്ടും നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ നടുവിൽ കാട്ടുമൃഗങ്ങളെ അയക്കും. ഒന്നാമത്തെ സൈന കാട്ടുമൃഗങ്ങളെ അയക്കും. ഇവന് ഭാഷ അക്കരെ കയറിയിട്ടില്ല, അതിനു മുമ്പേ ദൈവം പറയുക. ഇപ്പൊ എന്റെ ഭാഷയെ പറഞ്ഞ അക്കരെ പോയിട്ടില്ല, അതിനു മുമ്പ് അടിക്കാനുള്ള വടി വെട്ടി ദൈവം വെച്ചേക്കുക. ഇവർക്ക് അവിടെ ചെല്ലുമ്പോൾ ഇവരുടെ സ്വഭാവം ദൈവത്തിന് അറിയാം. ഇവര് അവിടെ ചെല്ലുമ്പോൾ ഇവർ തെറ്റിപ്പോകുന്ന അറിയാവുന്നതുകൊണ്ട് അടിക്കാനുള്ള വടിയും ശിക്ഷ എന്തുവാന്ന് നേരത്തെ പറഞ്ഞേക്കുക ദൈവം. ഒന്ന്, കാട്ടുമൃഗങ്ങളെ അയക്കും. കാട്ടുമൃഗങ്ങൾ നിങ്ങളുടെ ദേശത്ത് പെരുകുമ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ ഞാൻ കാട്ടുമൃഗങ്ങളെ നീക്കിക്കളയും. ഇല്ലെങ്കിൽ ദൈവം അടുത്തത് ക്ഷാമം അയക്കും. ക്ഷാമം അയച്ചിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ഞാൻ ബാധ അയക്കും. ബാധ അയച്ചിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല, ഞാൻ വാളിനെ അയക്കും. വാളിനെ അയച്ചിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല, ഞാൻ യുദ്ധം അനുവദിക്കും. യുദ്ധം അനുവദിച്ചിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രവാസത്തിൽ പോകേണ്ടി വരും. ഈ ദേശം വിട്ട് നിങ്ങൾ പോകേണ്ടി വരും. അപ്പം ഇസ്രായേൽ മക്കളോട് തന്നെ ദൈവം പറയുക, നിങ്ങൾ ചെല്ലുന്ന ദേശത്തുള്ള മര്യാദ പോലെ ആചരിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. എത്ര അധികമായിട്ട് തന്റെ ജനത്തെ വരെ ദൈവം വാൺ ചെയ്തത്. അപ്പൊ ഈ മ്ലേച്ഛതയുടെ ഡെപ്ത് എന്തുവായിരുന്നു? അതുപോലെ ഡെപ്ത് ആയിരുന്നു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഈ ജനത്തെ നീക്കിക്കള. കാരണം വല്ലെങ്കിൽ ഭൂമിയിൽ ദൈവത്തിന്റെ പദ്ധതി നടക്കാതെ, സുപ്രീം അതോറിറ്റിയായ ദൈവമാണ്, ദൈവത്തിന്റെ പദ്ധതി നടക്കാതെ പൈശാചിക കോട്ടയ്ക്കകത്ത് വീണ്ടും ഈ ഭൂമി പിടിക്കപ്പെട്ടു പോകും. ദൈവത്തിന് ഈ ഭൂമിയിൽ വിശുദ്ധ സന്തതികളെ ദൈവത്തിന് വേണം. അതുകൊണ്ട് ദൈവം പാപത്തെ തുടച്ചു നീക്കാൻ, പാപത്തെ മാറ്റിക്കളയാൻ, കാരണം ദൈവം കറപ്റ്റഡ് ജഡ്ജല്ല. ദൈവം പാപം കണ്ടാൽ, അകൃത്യം കണ്ടാൽ, അന്യായം കണ്ടാൽ കണ്ണടയ്ക്കുന്ന ദൈവമല്ല. അവൻ മടങ്ങി വരവൻ അനേക അവസരം കൊടുക്കും, ദീർഘക്ഷമയോടെ കാത്തിരിക്കുമെന്ന. പക്ഷെ ദീർഘക്ഷമ ദൈവത്തിന്റെ നിത്യക്ഷമയായിട്ട് എടുക്കരുത്. പക്ഷെ ഇതാണ് എന്തുകൊണ്ട് യുദ്ധം അനുവദിച്ചെന്നുള്ളതിന്റെ മറുപടി. ഇമ്മോറൽ സിൻ, അബോമിനേഷൻസ്, ചൈൽഡ് സാക്രിഫൈസ്, വിഗ്രഹാരാധന, മ്ലേച്ഛപരമായ എല്ലാ രീതികളിലും, ഈവൻ വൃക്ഷങ്ങൾ ഉൾപ്പെടെ ജീവനുള്ള സകലതും പോലും മനുഷ്യൻ പൈശാചിക ശക്തികളുടെ ഇൻഫ്ലുവൻസാൽ മലിനമാക്കി നശിപ്പിച്ചു എന്നുള്ളതാണ് ദൈവവചനത്തിൽ കൂടെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നത്. വേദോസം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജഡ്ജിങ് ഏജൻസ് എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ പഠിക്കാറുണ്ടല്ലോ. വാൾ, ക്ഷാമം, മഹാമാരി, അതുപോലെ തന്നെ പെസ്റ്റിലൻസ്, അതായത് വെട്ടുക്കിളി പോലെയുള്ള കാർഷിക വിളകളെ നശിപ്പിക്കുന്ന അനുഭവങ്ങൾ. ഇതൊക്കെ ദൈവത്തിൻ്റെ ജഡ്ജിങ് ഏജൻസ് ആയിട്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം ഈ വാണിംഗ് കൊടുക്കുക മാത്രമല്ല, ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിൽ ഇതേ അനുഭവങ്ങളിലൂടെ ഇസ്രായേൽ ജനത കടന്നു പോയിട്ടുണ്ട്. ക്ഷാമത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. പച്ചപ്പുഴുവും വെട്ടുക്കിളിയും തുള്ളനുമൊക്കെ അവരുടെ കാർഷിക വിളകളെ നശിപ്പിക്കുന്ന കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരു പ്രത്യേക സന്ദർഭം 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 25 മുതലുള്ള വാക്യങ്ങളിൽ, അതായത് ശമരിയ പട്ടണങ്ങളിൽ അശൂർ രാജാവ് ചില ആളുകളെ കൊണ്ട് പാർപ്പിക്കുവാനിടയായി തീർന്നു. ശരിക്കും ദൈവമക്കളല്ല, ആ സ്ഥലങ്ങൾ അശൂർ പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ അന്യ സ്ഥലങ്ങളിലെ ആളുകളെ അവിടെ കൊണ്ട് പാർപ്പിക്കാൻ തുടങ്ങി. അവർ യഹോവയെ ഭജിച്ചില്ല. കാരണം അവർക്ക് ഈ യഹോവയെ ഭജിക്കുന്ന മാർഗം അറിയില്ലായിരുന്നു. പക്ഷേ വാഗ്ദത്ത ദേശത്ത് അവർ പാർക്കുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത്, അവർ യഹോവയെ ഭജിച്ചില്ല. അതുകൊണ്ട് യഹോവ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു. അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു. അവ അവരിൽ ചിലരെ കൊന്നുകളഞ്ഞു. അപ്പോൾ അവർ അശൂർ രാജാവിനെ അറിയിച്ചത്, നീ കുടി നീക്കി ശമരിയ പട്ടണങ്ങളിൽ പാർപ്പിച്ച ജാതികൾ ആ ദേശത്തിലെ ദൈവത്തിൻ്റെ മാർഗം അറിയായതുകൊണ്ട്
അവൻ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു. അവർ ആ ദേശത്തിലെ ദൈവത്തിൻ്റെ മാർഗം അറിയായികയാൽ അവരെ കൊന്നുകളയുന്നു. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് പിന്നീട് ചെയ്തത് ലേവ്യരെ കൊണ്ടുവന്ന് ഈ സ്ഥലങ്ങളിൽ പാർപ്പിച്ചു. അങ്ങനെ ലേവ്യര് പാർക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ വചനം പറയുന്നത് അന്ന് മുതൽ സിംഹത്തിൻ്റെ വരവ് നിന്നു. ഇത് വളരെ നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നും. അത്ഭുതം ഏറ്റവും കൂടുതൽ ലേവ്യർ ആ ദേശത്ത് നിന്ന് പാർക്കാൻ തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ ലേവ്യർ ആരാധിക്കുന്നവരാണ്, ശുശ്രൂഷ വൃന്ദമാണ്, ആരാധന അറിയാവുന്നവരാണ്. അപ്പോൾ ഈ കനാനിലെ ഒരു ആരാധനയുടെ കൾച്ചറിനെ തുടച്ചു മാറ്റി ഒരു പുതിയ ആരാധനയുടെ കൾച്ചറിനെ ആ ദേശത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ദേശം പിന്നെ പുതിയ മാർഗത്തിൽ നടക്കുന്ന ദേശമാണ്. പണ്ട് ജാതികളുടെ മാർഗത്തിൽ പാസ്റ്റർ ഈ പറഞ്ഞ XYZ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ദേശം, ആ ദേശത്തെ ആ ഒരു ആചാരങ്ങളെ, ആരാധനകളെ തുടച്ചു മാറ്റി യഹോവയുടെ മാർഗത്തിലുള്ള ആരാധന എസ്റ്റാബ്ലിഷ് ആയപ്പോൾ പുതിയ ഒരു ആരാധന നടക്കുന്ന ദേശം പോലും മാറി. ആ ദേശത്താണ് അശൂർ രാജാവ് വന്നിട്ട് കുറേ പേരെ പാർപ്പിച്ചത്. പക്ഷെ ദേശം പ്രതികരിക്കുക, ദേശം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ആ ദേശം ആരാധനയിൽ മാറിക്കഴിഞ്ഞു. ഇതൊക്കെ വേദോസ്തം ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുകളാണ്, വെളിപ്പാടുകളാണ്. ഇസ്രയേലിനെ കൊണ്ട് ദൈവം യുദ്ധം പഠിപ്പിക്കാൻ ചില ജാതികളെ വെച്ചിരുന്നെന്നാണ് വേദോസ്തം പറയുന്നത്. പ്രത്യേകിച്ചും ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള വചനമാണ്. പണ്ട് മുതലേ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ്. ഒരു പുതിയ നിയമ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ദൈവം എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചില അന്ധകാര ബന്ധനങ്ങൾ അനുവദിക്കുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് എപ്പോഴും പോരാട്ടമുള്ളത്, അല്ലെങ്കിൽ എന്താ ദൈവം ശത്രുവിനെ നമ്മിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റാത്തത്, എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികൂലം, ഒരു സാത്താനി അറ്റാക്കൊക്കെ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഉള്ളതെന്നുള്ളത് ഈ പുസ്തകത്തിൽ നിന്ന് ഞാൻ പലപ്പോഴും 3-ാം അധ്യായത്തിൽ നിന്ന് പറയാറുണ്ട്. അവിടെ പറയുന്ന വാക്യം ഇങ്ങനെയാ, എനിക്കൊന്ന് മോശയുടെ വാളിന് തെറ്റിപ്പോയത്, ജോഷുവയുടെ വാളിന് തെറ്റിപ്പോയത്. മോശയുടെ കാലത്തെ യുദ്ധങ്ങളിൽ ഈ ജാതികൾ നീക്കം ചെയ്യപ്പെട്ടില്ല, ജോഷുവയുടെ കാലത്തെ യുദ്ധങ്ങളിൽ ഈ ജാതികൾ നീക്കം ചെയ്യപ്പെട്ടില്ല. പിന്നെ യുദ്ധം കണ്ടിട്ടില്ലാത്ത പുതിയ തലമുറയെ യുദ്ധം അഭ്യസിപ്പിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ജാതികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിസ്റ്റ് 3-ാം അധ്യായം അല്ലേ പാസ്റ്റർ? ന്യായാധിപന്മാർ അത് 3-ാം അധ്യായം. 2-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ന്യായാധിപന്മാർ പുസ്തകം 2-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം തൊട്ട്, അവരുടെ പിതാക്കന്മാർ അനുസരിച്ച് നടന്ന യഹോവയുടെ വഴികളിൽ ഇവരും അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഇസ്രയേലിനെ പരീക്ഷിക്കേണ്ടതിനും ഞാനും യോശുവ മരിക്കുമ്പോൾ വിട്ടേച്ചു പോന്ന ജാതികളിൽ ഒന്നിനെയും ഇനി ഇവരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയില്ല എന്ന് അരുളി ചെയ്തു. അങ്ങനെ യഹോവ ആ ജാതികളെ വേഗത്തിൽ നീക്കിക്കളയാതെയും യോശുവയുടെ കയ്യിൽ ഏൽപ്പിക്കാതെയും വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് 3-ാം അധ്യായം തുടങ്ങുന്നത് കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേലിനെ ഒക്കെ പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികളാം ഇത്. അതിനകത്ത് വളരെ ശക്തമായിട്ട് വ്യക്തമായിട്ട് കൊടുത്ത് ഫിലിസ്തീനയുടെ 5 പ്രഭുക്കന്മാർ. നമ്മൾ ഈ ചരിത്രം ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ സാംസൺ ആണ് ഫിലിസ്തീനോട് ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്ത ന്യായാധിപന്മാരിൽ ഒരുവന്. സാംസന്റെ ഫൈറ്റ് മുഴുവൻ ഈ ഫിലിസ്തീനോടായിരുന്നു. ഈ വേദോസ്തം പഠിക്കുമ്പോൾ അങ്ങനെ ചില പ്രത്യേകതയുണ്ട്. ഈ ഓരോ രാജ്യങ്ങൾക്കും ഓരോ സ്വഭാവമായിരുന്നു. ഫിലിസ്തീൻ ആക്രമിക്കുന്ന രീതിയിലല്ല മോവാബ്യർ ആക്രമിച്ചത്. നമ്മൾ ഈ ന്യായാധിപന്മാരുടെ പുസ്തകം പഠിച്ചാലും പിന്നീടും അതിനു മുമ്പുള്ള ഇസ്രായേൽ ചരിത്രം പഠിച്ചാലും ഈ ഓരോ രാഷ്ട്രങ്ങൾക്കും ഓരോ സ്വഭാവമായിരുന്നു. മോവാബിൻ്റെ ഒരു പ്രത്യേകത പാസ്റ്ററെ, മോവാബ് ഇന്നും തലമുറയോട് അറ്റാക്ക് ചെയ്ത ഒരു ശക്തിയാണ്. നരബലി കൊടുക്കുന്ന ഒരു രാജ്യമായിട്ടാണ് മോവാബിനെ പിന്നെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. മോവാബിലേക്കാണ് ഈ നവോമിയും കുടുംബം ഇറങ്ങിപ്പോയത്. അവിടെയാണ് തലമുറ പട്ടുപോകുന്നത്. നവോമിയുടെ മക്കൾ പട്ടുപോകുന്നത് മോവാബിലെ. കാരണം മോവാബ് തലമുറയെ തകർക്കുന്ന ഒരു ശക്തിയായിട്ടാണ് വേദോസ്തം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. കുഞ്ഞുങ്ങളെ നരബലി കൊടുക്കുന്ന ഒരു ശക്തിയായിട്ട്. പിന്നീട് ചില യുദ്ധങ്ങളെന്ന് പറഞ്ഞാൽ വെട്ടുക്കിളിയെപ്പോലൊരു കൂട്ടം മുഴുവൻ വന്ന് ദേശത്തിന് മേൽ ഇറങ്ങിയിട്ട് അങ്ങ് തകർത്തിട്ട് പോകുന്ന ശക്തികളുണ്ട്. പക്ഷെ ഫെലിസ്തീൻ അങ്ങനെയല്ല. ഫെലിസ്തീൻ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു ഫിലിസ്തീൻ പ്രഭു ആക്രമിക്കുമ്പോൾ വേറെ ഭാഗത്ത് സമാധാനം. അപ്പോൾ ഇവിടുത്തെ അക്രമം ഒന്ന് തടയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അപ്പുറത്ത് വേറൊരു ഫിലിസ്തീൻ പ്രഭു ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടാക്കും.
ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് ചേരുന്ന ചെറിയ ചെറിയ തലവേദനയാണ് ഫെലിസ്തീനയുടെ ആക്രമണ സ്വഭാവം. അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പാസ്റ്റർ, ഈ ഫെലിസ്തീനോട് എതിരിട്ടവരൊക്കെ ഒറ്റയാന്മാരായിരുന്നു. സാംസൺ, സാംസണെ ദൈവം നിയോഗിച്ചത് ഫെലിസ്തീനോടുള്ള യുദ്ധമാണ്. ഫെലിസ്തീനെ കാണുമ്പോൾ സാംസന്റെ അകത്ത് ആ അഭിഷേകം അവനെ ഉദ്യമിപ്പിക്കാൻ തുടങ്ങും. ശൗലിൻ്റെ വിളിയും അതുതന്നെയായിരുന്നു. ശൗലിനോട് പറയുന്നുണ്ട്, ഫെലിസ്തീനയുടെ ഔട്ട് പോസ്റ്റ് ഉള്ള സ്ഥലത്ത് നീ വരുമ്പോൾ യഹോവയുടെ ആത്മാവ് നിന്നെ പ്രേരിപ്പിക്കുന്നത് പോലെ നിന്റെ കൈ ചെയ്യണം. അപ്പോൾ അത് ആ സ്ഥലത്ത് വന്നപ്പോൾ ശൗലിനെ പരിശുദ്ധാത്മാവ് ഉദ്ബോധിപ്പിച്ചു. പക്ഷെ അവൻ മിണ്ടാതെ വീട്ടിൽ പോയി കളഞ്ഞു. ശൗലും യുദ്ധം ചെയ്തത് ഫെലിസ്തീനോടാണ്, ഒറ്റയാനായിരുന്നു. പിന്നെ വരുന്നത് ദാവീദ് പ്രത്യേകിച്ചും ദാവീദ് ഗൊലിയാത്തിനോടുള്ള വെല്ലുവിളിയിൽ ഒരു കൂട്ടമല്ല, ദാവീദ് ഒറ്റയ്ക്ക് ഇറങ്ങി ചെല്ലുക ചെയ്യുന്നത്. 5 ഫെലിസ്തീൻ പ്രഭുക്കന്മാരെയും വീഴ്ത്തിയതിൻ്റെ ഒരു ക്രെഡിറ്റ് ശരിക്കും ദാവീദിനും ദാവീദിൻ്റെ കൂടെയുള്ള അവൻ്റെ വീരന്മാർക്കുമാണ് ഉള്ളത്. ശരിക്കും ഈ പറഞ്ഞ ജോഷുവയുടെയോ മോശയുടെയോ കാലത്ത് യുദ്ധങ്ങൾ തീരാതെ, ന്യായാധിപന്മാരുടെ കാലത്ത് യുദ്ധങ്ങൾ തീരാതെ, ശൗലിൻ്റെയും ദാവീദിൻ്റെയും കാലം വരെയും ഈ പറഞ്ഞ വചനം അനുസരിച്ച് ദൈവം തൻ്റെ ജനത്തെ യുദ്ധം പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദൈവം യുദ്ധം പഠിപ്പിക്കുക എന്നൊരു പർപ്പസൂടെ അതിനകത്തുണ്ടായിരുന്നു. യുദ്ധം പഠിപ്പിക്കുക എന്നൊരു പർപ്പസൂടെ ഉണ്ടായിരുന്നു. ചില ജാതികളെ ദൈവം മാറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പോരാട്ടം എത്ര ശാസിച്ചാലും ബാക്കി കിടക്കുന്നത്. അത് നമ്മെ നശിപ്പിക്കാനല്ല, നമ്മെ സ്പിരിച്വൽ വാർഫെയർ പഠിപ്പിക്കാനാണ്. അതെ, കണ്ടിന്യൂ ചെയ്യാം പാസ്റ്റർ. സാംസൺ എന്ന് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് പാസ്റ്റർ പറഞ്ഞു, സാംസണിനെ കുറിച്ച് പാസ്റ്റർ പറഞ്ഞു. ഞാൻ ഇന്നത്തെ ഒരു ചെറിയൊരു ടെക്നോളജിക്കൽ ഒരു അപ്ഡേറ്റും കൂടെ നമ്മുടെ ഈ കാര്യത്തിനകത്തൂടെ നമുക്ക് പറയാനും കൂടെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കാം. ഇസ്രയേലിനുള്ള ചില വെപ്പണുകളുണ്ട് ഇന്നത്തെ. അവരുടെ വെപ്പണുകളുടെ ഒക്കെ അകത്ത് പലതിനും ബിബ്ലിക്കൽ പേര് അവരിട്ടിരിക്കുന്നത്. ഒരു വെപ്പണിന്റെ പേരാണ് ദലീല. ഈ സാംസണുമായിട്ട് ബന്ധപ്പെട്ട ദലീല. അതൊരു മിസൈലിന്റെ പേരാ ദലീല. അവർക്ക് വേറൊരു വെപ്പണുണ്ട്, അതിന്റെ പേര് സാംസൺ എന്നാ പാസ്റ്ററെ, സാംസൺ എന്നാ. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു ക്ലാസ്സിൽ നിന്ന് കേട്ടു, അവരുടെ വേറെ ഏതോ ഒരു വജ്രായുധമുണ്ട്. സാംസണെ പോലെ ആരെങ്കിലും ഒരു ഫൈനൽ അറ്റാക്കിന് അവരുടെ നേരെ വന്നാൽ അവര് തന്നെ ചാകുകയല്ല, അവര് അവിടെയുള്ള മൊത്തം ശത്രുവിനെ തീർത്തിട്ടേ ചാകത്തുള്ളൂ. അതുപോലെ സാംസൺ എന്ന് പറഞ്ഞ അവരുടെ ഒരു വജ്രായുധം കൂടെ കൊണ്ടെന്നുള്ള കാര്യം കൂടെ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു. ഇങ്ങനെ ഇസ്രയേലിന്റെ അകത്ത് യുദ്ധത്തിന് വന്ന പല കാര്യങ്ങളും ബൈബിൾ പ്രകാരം ഇന്ന് അവരുടെ യുദ്ധോപകരണങ്ങൾക്ക് പേരുമാക്കി. നമുക്ക് മടങ്ങി വരാം. ലാസ്റ്റ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ചില കാര്യങ്ങളെ പറഞ്ഞു, യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇസ്രയേലിന്റെ ഒരു പുറകിലോട്ട് ഒന്ന് പഠിക്കാമെങ്കിൽ, ഇസ്രയേലിനെ ദൈവം ഈജിപ്തിൽ നിന്ന് ഇറക്കുമ്പോൾ ഏകദേശം 30 ലക്ഷം വരുന്ന ജനമുണ്ടായിരുന്നു. ഇവര് ആബീബ് മാസം 14-ാം തീയതി ഇവർ പെസക സെലിബ്രേറ്റ് ചെയ്തിട്ട്, ചോരത്തളികയും പെസകയും ആചരിച്ചിട്ടൂടെ ഇവരിറങ്ങി. ഇവരുടെ അതിന് പുറകിലത്തെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവര് 430 സംവത്സരം ഇവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി അടിമവേലയാണ്. ഇവർ 4 തലമുറ അടിമവേല ചെയ്തുകൊണ്ടിരുന്ന ജനമായിരുന്നു. ഇവരെ ദൈവം പുറത്തിറക്കി. ഇവരെ പുറത്തിറക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് പുറപ്പാട് പുസ്തകത്തിൽ തന്നെ അതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് 6 ലക്ഷം പുരുഷന്മാർ. സംഖ്യാപുസ്തകത്തിൽ വരുമ്പോൾ അതിന്റെ കണക്കുകൾ എക്സാക്ട്ലി ഗോത്രങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. 6,03,550 പുരുഷന്മാർ കാൽനടയായി അല്ലെങ്കിൽ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. പക്ഷെ ഇവരെ കുറിച്ച് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞാൽ, ഒരു രീതിയിലും ഒരു പക്ഷേ എന്റെ വേർഡ് അല്പം ഒരു പക്ഷെ പാർലമെന്ററി അല്ലെന്ന് തോന്നിയാൽ പോലും ഇവർ ഒരു രീതിയിലും കൾച്ചർ ഇല്ലാത്തവരായിരുന്നു. ഓർഡർ ഇല്ല. എങ്ങനെ പോണം? നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഈ താറാവും കൂട്ടിന്ന് താറാവിനെ അഴിച്ചു വിട്ടാൽ എങ്ങനെയാ പോകുന്നത്, അതുപോലെ ഇറങ്ങി ഓടുന്നത്. കാരണം ജീവൻ രക്ഷപ്പെട്ട് ഓടുക. അല്ലെങ്കിൽ ആട്ടിന്റെ കൂട്ടിൽ നിന്ന് ആടെങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. ഇവരിങ്ങനെ ഇതുപോലെ അങ്ങ് ഓട്ടമാ. ഇവര് മിസ്രൈമിൽ നിന്ന് ആബീബ് 14-ാം തീയതി അർദ്ധരാത്രിക്ക് സ്വാതന്ത്ര്യം കിട്ടി. 15-ാം തീയതി തൊട്ടാണ് ഇവരവിടുന്ന് ഇറങ്ങിയതെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. യാത്ര ചെയ്തു. ഇന്നലെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂൺ ഇവരെ നടത്തി. ഒരു ഓർഡർ ഇല്ല, ഒരു കൾച്ചർ ഇല്ല, ഒരു ലീഡ് പ്രത്യേകിച്ച് പറയാൻ വേണ്ടി ഇവരാരും മോശ എന്ന് പറഞ്ഞ ലീഡറിനെ അല്ലാതെ വേറെ ഒരാളെ പോലും അനുസരിക്കത്തില്ല. മോശയെ അനുസരിക്കുന്നത് പലപ്പോഴും ചുരുക്കമാണ്. കാരണം മോശ എന്തെങ്കിലും പറഞ്ഞ് പ്രശ്നം വല്ലതും വന്നു കഴിഞ്ഞാൽ മോശയ്ക്ക് ഏറെ ഉറപ്പാന്നറിയാം.
അതുകൊണ്ട് മോശ മിക്കവാറും ഏറ് കിട്ടാതിരിക്കാനായിരിക്കാം പുള്ളി പർവ്വതത്തിന്റെ മുകളിൽ കയറി ഇരിപ്പായിരുന്നു. കാരണം താഴെ ഇറങ്ങി വന്ന ഇവരെറിയും. അതുകൊണ്ട് പുള്ളി മുകളിൽ ഇരിപ്പായിരുന്നു. ഇവർക്ക് എല്ലാം ഡിസോർഡർ, അതെ ഇൻഡിസിപ്ലിൻഡ്, പാസ്റ്റർ, എല്ലാം കൊണ്ട് തകർന്ന ജനോ പാസ്റ്ററെ. അതെ പാസ്റ്റർ അത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. നമ്മുടെ പ്രേക്ഷകർ ചിലപ്പോൾ പ്രതികരിക്കും, അങ്ങനല്ല, പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ മോശം താഴെ വന്നിട്ടുണ്ട്. പാസ്റ്റർ അതിൻ്റെ ആലങ്കാരിക പ്രയോഗമാണ് നടത്തിയത് കേട്ടോ. പാസ്റ്റർ ഞാൻ ഇടയ്ക്കൊന്ന് പറയാം, പാസ്റ്റർ അത് പറഞ്ഞപ്പം എനിക്ക് കിട്ടിയ ഒരു വെളിച്ചം പറയുക. മോശയുടെ ശുശ്രൂഷ ഒറ്റയ്ക്കാണെങ്കിലും ജനം അംഗീകരിക്കാൻ വേണ്ടി മോശയെ എതിർക്കാൻ പറ്റത്തില്ലായിരുന്നു അവർക്ക്. കാരണം മോശയെ എതിർത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ പാളയത്തിൽ ദൈവപ്രവൃത്തി തുടങ്ങുമായിരുന്നു. അൺക്വസ്റ്റ്യനബിൾ ലീഡർഷിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ദൈവം തെളിയിക്കുക. ദൈവത്തിൻ്റെ ഗ്ലോറി മോശയുടെ മേലും ദൈവത്തിൻ്റെ ഗ്ലോറി ജനത്തിൻ്റെ ഇടയിലും ഇറങ്ങിയിട്ട് ഈ ദൈവദാസനെ ജനത്തിന് ഭയമാകുന്ന നിലയിൽ ജനത്തിൻ്റെ മുമ്പിൽ ഈ ദൈവദാസനെ ദൈവം അങ്ങനെ ഉപയോഗിച്ചു. ചില സന്ദർഭങ്ങളിൽ ദൈവം അങ്ങനെ ചെയ്യും, ചില സന്ദർഭങ്ങളിൽ ദൈവം അങ്ങനെ ചെയ്യും. അതുകൊണ്ടാണ് പിന്നീട് ഈ ജോഷുവയെ തിരഞ്ഞെടുത്ത ശേഷം വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, മോശ തൻ്റെ ഗ്ലോറിയിൽ അല്പമെടുത്ത് ജോഷുവയുടെ മേൽ വെച്ചു. കാരണം ജനം ജോഷുവയെ റെസ്പെക്റ്റ് ചെയ്യണം. മോശ തൻ്റെ ഗ്ലോറി, മോശ നാട് നീങ്ങുന്നതിന് മുമ്പ് ഹി ഷെയർഡ് ഹിസ് ഗ്ലോറി വിത്ത് ജോഷുവ. തൻ്റെ മഹത്വം എടുത്ത് കൊടുത്തെന്നാണ് കേട്ടോ. അത് ഏത് തരത്തിലാണെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം. പക്ഷേ രണ്ട് തരത്തിൽ. ഒന്ന്, മോശയിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ശുശ്രൂഷയുടെ അതോറിറ്റിയുടെ ഒരു ഗ്ലോറിയുണ്ട്. അവനോട് എന്തെങ്കിലും പറഞ്ഞാൽ അന്ന് ഈ എന്താ പറഞ്ഞ കഞ്ഞി കൂടി മുട്ടും എന്ന് പറയുന്ന, അല്ലേ, അറിയാമല്ലോ, ഭൂമി പിളർന്നു പോലും ആളുകളെ വിഴുങ്ങിക്കളഞ്ഞു. മോശയോട് ചോദ്യം ചെയ്തുകൊണ്ട് കല്ല് കയ്യിലെടുത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് ദൈവത്തിൻ്റെ ഷേക്കേന ജനത്തിൻ്റെ നടുവിലൊക്കെ ഇറങ്ങി വന്നിട്ട് ജനം വിറച്ചു പോയത്. മിരിയാമിന് കുഷ്ഠമായി പോയി. അതെ, മിരിയാമിൻ്റെ കുഷ്ഠം. അങ്ങനെ ഒരു അതോറിറ്റിയോടുകൂടെ ആണ് മോശ നിന്നത്. അപ്പം ഈ ജോഷുവയെ തിരഞ്ഞെടുത്ത കാലഘട്ടമായപ്പോൾ എനിക്ക് തോന്നുന്നു ആവർത്തന പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായങ്ങളിലാണ് തോന്നുന്നു തൻ്റെ മഹത്വത്തിൽ അല്പമെടുത്ത് ജോഷുവയുടെ മേൽ മോശ വെച്ചു. കാരണം ജനം എന്ത് ചെയ്യണം? ഇനി ജോഷുവയെയും അനുസരിക്കണം. അടുത്ത തലമുറയിലെ ലീഡറാകുന്ന ജോഷുവയെയും ജനം അനുസരിക്കണം. അതിനുവേണ്ടി തൻ്റെ ഗ്ലോറി ഷെയർ ചെയ്തു എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത് പുതിയ തലമുറ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ട, നമ്മളൊക്കെ പാലിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത ജനറേഷനിലെ ലീഡേഴ്സിനെ നാം നമ്മുടെ ഗ്ലോറി പങ്കിട്ട് കൊടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റി പങ്കിട്ട് കൊടുത്ത്, ശുശ്രൂഷയിൽ ചില അധികാരങ്ങൾ കൊടുത്ത് ജനത്തിൻ്റെ മുമ്പിൽ അവൻ നേതാവാണെന്ന് നമ്മൾ പോകുന്നതിന് മുമ്പ് ഉറപ്പിച്ചു കൊടുക്കണം എന്നൊരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. അത് ഇടയ്ക്ക് പാസ്റ്റർ പറഞ്ഞപ്പോൾ, മോശയുടെ അനുഭവം പറഞ്ഞപ്പോൾ വന്ന ഒരു ചിന്ത അങ്ങ് പറഞ്ഞതാണ്. കണ്ടിന്യൂ ചെയ്യാം പാസ്റ്ററെ. പക്ഷേ ഈ ഇസ്രയേൽ ജനം എല്ലാ രീതികളിലും തകർന്ന ഒരു ജനമായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ടാബർനാക്കിൾ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവര് ഏതൊക്കെ രീതികളില ദൈവവചനത്തിൽ കിടക്കുക, ഇവർ എത്ര രീതികളിൽ തകർന്നവരായിരുന്നെന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ അത് രേഖപ്പെടുത്തിയേക്കുന്നതിന്റെ ഒരു സ്ലൈഡ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാനൊന്ന് കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. നോക്കി, എത്ര വാക്യങ്ങളുണ്ടെന്ന് നോക്കിയേ ഇവിടെ. ഈ ജനം എത്ര രീതികളിൽ തകർന്നതായിരുന്നു. സ്പിരിച്വലി തകർന്നതായിരുന്നു, സൈക്കോളജിക്കലി തകർന്നവരായിരുന്നു, ഫിസിക്കലി തകർന്നവരായിരുന്നു, സോഷ്യലി തകർന്നവരായിരുന്നു, റിസോഴ്സ് പ്രകാരമാണ് തകർന്നവരായിരുന്നു. They were slaves, no system, no culture, no leadership, disordered, indisciplined, destroyed, scattered. എല്ലാ രീതികളിലും തകർന്ന ജനത്തെ, ഒരു ഓർഡറും ഒരു സിസ്റ്റവും ഒന്നുമില്ലാത്ത ജനത്തെ ആ ദൈവം ഇറക്കിക്കൊണ്ട് വരുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രേക്ഷകർ വളരെ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാം. ഇവരുടെ ചോരത്തളികയും പെസക ആചരിച്ചു. തലയ്ക്ക് മീതെ പകൽ മേഘസമവും രാത്രി അഗ്നിത്തൂണും പുറപ്പാട് 13 തൊട്ടുണ്ടായിരുന്നു. ചെങ്കടൽ കടന്നു പുറപ്പാട് 14 സ്നാനപ്പെട്ടു. ചെങ്കടൽ എന്ന് പറഞ്ഞാൽ 1 Corinthians 10 പറയുന്നത് സ്നാനപ്പെട്ടു. ഓർഡർ ഇല്ലായിരുന്നു, അത് ഓർത്തോണം. ഡിസിപ്ലിൻ ഇല്ലായിരുന്നു, ഓർഡർ ഇല്ലായിരുന്നു, ഡിസ്ട്രോയിഡ് ആയിരുന്നു. നമ്മുടെ മുമ്പേ ഞാൻ പറഞ്ഞ വേർഡ്, ആട്ടിൻകൂട്ടിൽ നിന്ന് ആടിനെ അഴിച്ചു വിട്ടെന്ന പോലെ ഏതോടിയൊക്കെയോ കയറിപ്പോവാ. അത് കഴിഞ്ഞ് മാറായിൽ വന്നു, അന്നേരവും ഒരു കാര്യം ദൈവം പറഞ്ഞില്ല. അത് കഴിഞ്ഞു ഇവര് പാറയിലെ വെള്ളം കുടിച്ചു, ആ മന്ന കഴിച്ചു. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് സീനായി പർവ്വതത്തിന്റെ താഴ്വര വന്നു പുറപ്പാട് 19. അവിടെ വന്നപ്പോഴാ ദൈവം പറയുന്നത് പ്രോമിസ് ലാൻഡിലേക്ക്, കനാൻ ദേശത്തേക്ക് പോകുന്നത് നിക്ക്.
ഇവിടെ വെച്ച് ഇത്രയും നാൾ നിങ്ങളുടെ തലയ്ക്ക് മീതെയായിരുന്നു എന്റെ സാന്നിധ്യം, ഇനിയും ഞാൻ നിങ്ങളുടെ മധ്യ വരാം. പാസ്റ്ററെ, ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ഭാഗമാണ്. ഇവിടെ വെച്ച ഇവരെ ദൈവം മിലിറ്ററി ആക്കുന്നത്. ഇവിടെ വെച്ചാണ് ദൈവം ഇവരെ ദൈവത്തിന്റെ ടാബർനാക്കളുമായിട്ട് ബന്ധപ്പെട്ട ആത്മീക ആരാധന, ദൈവം അവരുടെ മധ്യേ ഇറങ്ങി വന്ന് വസിക്കാൻ എങ്ങനെയാണ്, എന്തുവാണ് സിസ്റ്റം എന്നുള്ളത് പഠിപ്പിക്കുന്നത്. ഇവിടെ വെച്ചാണ് ദൈവം പറയുന്നത് 3 ഗോത്രം കിഴക്ക് വശത്ത്, അടുത്ത 3 ഗോത്രം അടുത്ത വശത്ത്, അടുത്ത 3 ഗോത്രം അടുത്ത വശത്ത് എന്നു തൊട്ട് തുടങ്ങി ഇവരുടെ ക്യാമ്പിനെ ഓർഡർ ചെയ്യുന്നത്. ആദ്യം ഇവരുടെ ആരാധന ഓർഡർ ചെയ്തു. അതാണ് ടാബർനാക്കളുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റം വരുന്നത്. ആദ്യം ഇവരുടെ ആരാധന ഓർഡർ ചെയ്തു. രണ്ടാമത്തേത് ഇവരുടെ ക്യാമ്പിനെ ഓർഡർ ചെയ്തു. അവരുടെ ക്യാമ്പിനെ ഓർഡർ ചെയ്യുന്ന ആ സിസ്റ്റം നോക്കിക്കേ. 3 ഗോത്രം ഒരു വശത്ത്. ഇതിന്റെ എല്ലാം റെഫറൻസ് ഇവിടെ കിടപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് സൈഡിൽ ആരൊക്കെ താമസിക്കണം? സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിൽ അതിന്റെ വാക്യങ്ങളുണ്ട്. സൗത്ത് സൈഡിൽ ബൈബിളിന്റെ ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്തേക്കുക. വെസ്റ്റ് സൈഡിൽ, നോർത്ത് സൈഡിൽ ഇവിടെ എവിടെയൊക്കെ ഇത് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. കിഴക്ക് വശത്ത് ഈ കോമ്പസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എത്ര ഗോത്രം? അടുത്ത സൈഡിൽ എത്ര ഗോത്രം? അതിന് അടുത്ത വശത്ത് എത്ര ഗോത്രം? അതിന് അടുത്ത വശത്ത് എത്ര ഗോത്രം? ലേവ്യരുടെ മക്കൾ ഗർഷോൻ, കെഹാത്ത്, മെരാരി, മോശയും അഹരോനും എങ്ങനെ താമസിക്കണം? ഇവിടെ വെച്ചാണ് ഇവരെ ദൈവം മിലിറ്ററി സിസ്റ്റത്തിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇവരെ നടത്തിയിരുന്നത് സൈന്യങ്ങളുടെ ദൈവമായിരുന്നു. ഓർഡർ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഹൈലി ഡിസിപ്ലിൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത്. കാരണം ദൈവം സൈന്യങ്ങളുടെ ദൈവമായതുകൊണ്ട് ദൈവം ഇവരെ സൈന്യമാക്കി, അല്ലെങ്കിൽ ഇവരെ മിലിറ്ററി ആക്കി. ഇന്നത്തെ ഇസ്രയേലിന്റെ ഇവരുടെ ഫിനാൻഷ്യൽ, ഇവരുടെ GDP നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ അവരുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് വേറെ ഒന്നിനകത്തൊന്നുമല്ല. അഗ്രികൾച്ചറിൽ ടോപ്പ, IT-യിൽ ടോപ്പ, എനർജിയിൽ ടോപ്പ, ഇവരുടെ ഇന്നോവേഷനിൽ ടോപ്പ, എല്ലായിടത്തും ടോപ്പ ഇവർ. പക്ഷെ ഏറ്റവും കൂടുതൽ അവരുടെ GDP, അവരുടെ ഗ്രോത്ത്, അവരുടെ ഫിനാൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നത് ഡിഫൻസിൽ നിന്നുകൊണ്ടാണ്. അവർക്ക് ആ ഡിഫൻസ് ടെക്നോളജിയിൽ ഭയങ്കര ബുദ്ധിയാണ്. കാരണം അവരെ നടത്തിയിരുന്നത് സൈന്യങ്ങളുടെ ദൈവമാണ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ ചിന്തിക്കുമായിരിക്കും, പാസ്റ്ററെ, ഇന്ന് 1948 ഇവർ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടത്. അല്ല, ഈ മരുഭൂമി യാത്ര കഴിഞ്ഞ് കനാൻ ദേശത്തേക്ക് കാല് വെക്കുമ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്. ഇവർ ടാബർനാക്കൾ ഉയർത്തി. എനിക്ക് തോന്നുന്നു യോശുവയുടെ പുസ്തകം നമുക്കന്ന് വായിച്ചു കേൾക്കാവുന്ന യോശുവയുടെ പുസ്തകം 18-ാം അധ്യായം. യോശുവയുടെ പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ, അനന്തരം ഇസ്രയേൽ മക്കളുടെ സഭ മുഴുവനും ശീലോഹിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. ഒരു ഭയങ്കര വേർഡാ. എരിഹോ മതിലിനെ ഇടിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുടെ ചരിത്രങ്ങളിൽ കൂടെ പറയുന്നത് 165 വ്യത്യസ്ത ജാതികളെയും 33 വ്യത്യസ്ത രാജാക്കന്മാരെയുമായി ഇവർ ജയിച്ചത്. ചില്ലറ കാര്യമല്ല. ഇവരുടെ നടുവിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ഡിവൈൻ സിസ്റ്റത്തിലേക്ക് ഇവർ വന്നപ്പോൾ ആ ദൈവത്തിന്റെ ഗുണങ്ങളെല്ലാം വ്യാപരിച്ചു. അത് ദൈവം അന്നേ ഇവരെ പഠിപ്പിച്ചതാ. ഇവരുടെ ചുറ്റിനും കിടക്കുന്ന ശത്രുക്കളുടെ രാജ്യത്തേക്കാണ് ഇവർ ചെല്ലുന്നത്. ഇവരുടെ തലമുറകളെ വീണ്ടും വീണ്ടും യുദ്ധം അഭ്യസിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ഇപ്പോഴും നമുക്കൊരു കാര്യം ഇതിനകത്തൂടെ ദൈവവചനത്തിൽ കൂടെയും ദൈവവചനത്തിൽ കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്, എപ്പോൾ കിട്ടാനുള്ള ആളില്ലയോ അന്ന് കരച്ചിൽ നിൽക്കും. ആരെങ്കിലും ഹന്നായുടെ ചരിത്രത്തിൽ കൂടെ പറഞ്ഞാൽ മതി, ചിലത് നല്ലത് പുറത്തു വരണമെങ്കിൽ ആരെങ്കിലും ഒന്ന് മുട്ടാനുള്ളവരോ ഒന്ന് കരയാനുള്ളതോ ഒരു വേദനയിൽ കൂടെയോ അതിനകത്തൂടെ പോയെങ്കിൽ മാത്രമേ ഏറ്റവും നല്ല മുത്തുകൾ, ഏറ്റവും വില കൂടിയ ഡയമണ്ട്, വില കൂടിയ രത്നങ്ങളൊക്കെ പുറത്തു വരണമെങ്കിൽ സാധാരണ രീതിയല്ല. ബൈബിളിൽ ഒരു നല്ലൊരു ഒരു ആലങ്കാരിക ഭാഷയെ പറയുന്നതല്ലേ, പുറത്തു വരണമെങ്കിൽ അത് തീയിൽ കൂടെ ശോധന ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന പോലെ ഇസ്രായേൽ മക്കളുടെ ലൈഫിൽ അവരെന്ത് ക്വാളിറ്റി ഉള്ളതായി പുറത്തു വരണമെങ്കിൽ ചില ശത്രുക്കളെ ദൈവം വെച്ചിരുന്നു. കാരണം ഇവര് നിഗളിച്ചു പോകത്തുമില്ല. ഇവർ ദൈവപ്രമാണത്തിൽ നിൽക്കുകയും ചെയ്യും. പക്ഷെ സെയിം ടൈം
ഇവരുടെ ലൈഫിൽ ദൈവത്തിന്റെ മാറ്റ് കൂടിക്കൊണ്ടുകൂടെ ഇരിക്കും. ഇന്നുള്ള പുതിയ നിയമ സഭയും ഒരിക്കലും നമ്മൾ ചിന്തിക്കല്ല് നമുക്കൊരു യുദ്ധമില്ലെന്ന്. പഴയ നിയമത്തിലെ യുദ്ധങ്ങളെല്ലാം വാഗ്ദത്ത ദേശത്തെ പിടിക്കാൻ പറഞ്ഞപ്പോ ദൈവം പറഞ്ഞില്ല നിങ്ങൾ പോയി ചുമ്മാതെ പോയി പിടിച്ചോളാൻ പറഞ്ഞില്ല. അബ്രഹാമിനോട് പറഞ്ഞു നടന്ന് ഭൂമി അവകാശമാക്കാൻ, നിന്റെ ഉള്ളംകാലി ചവിട്ടുന്ന ദേശം ഞാൻ നിനക്ക് തരാമെന്ന്. പക്ഷെ പിന്നീട് വരുമ്പോൾ കാണാം ഓരോ സ്ഥലങ്ങളെയും പിടിക്കുന്നത് യുദ്ധത്തിൽ കൂടെയാണ്. പുതിയ നിയമ സഭയ്ക്കും ദേശത്തെ പിടിക്കണമെങ്കിൽ എല്ലാ ദൈവസഭകളും യേശു കർത്താവിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കൾ ഓർത്തുകൊള്ളുക, ദേശം പിടിച്ചെടുക്കണം. കാരണം ദേശം ശത്രു പൊസസ് ചെയ്തു, ശത്രു പിടിച്ചു. അത് പ്രാർത്ഥനയാൽ ഉപവാസത്താലും നമ്മൾ ആ ദേശത്തെ പിടിച്ചെടുക്കുന്നെങ്കിൽ മാത്രമേ ദേശത്തെ ആത്മാക്കൾ ദൈവസഭയ്ക്ക് അവകാശമാകത്തുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇസ്രയേലിനെ നോക്കിയേ, എല്ലാ രീതികളിലും തകർന്നവരെ ദൈവമാ പാസ്റ്റർ ഇന്നത്തെ യുദ്ധമല്ല, അവരെ അന്നേ ദൈവം യുദ്ധം പഠിപ്പിച്ചു, അന്നേ അവരെ ഹൈലി സ്കിൽഡ് ആക്കി. അത് ദൈവം ടാബർനാക്കിൾ പുറപ്പാട് 19 തൊട്ട് പുറപ്പാട് 40 വരെ പഠിക്കുമ്പോൾ കാണാം ദൈവത്തിന്റെ ഡിവൈൻ സിസ്റ്റം. അത് കഴിഞ്ഞിട്ട് സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ കാണാം ദൈവത്തിന്റെ മിലിറ്ററി ഡിസിപ്ലിൻ. അതിനെക്കുറിച്ച് പറയുന്ന വേർഡ്, 2 വേർഡുകളുണ്ട്. മിലിറ്ററി സെൻസസ് എന്ന് വിളിക്കാനുള്ളതിന്റെ കാരണം ഇസ്രായേൽ മക്കളുടെ യുദ്ധസന്നദ്ധരായ പുരുഷന്മാരുടെ ലിസ്റ്റ് എടുത്തു. അതൊക്കെ എടുക്കുന്നതിന്റെ കാരണം ദൈവം ഈ ശത്രുവിന്റെ രാജ്യത്ത് എത്തുന്നതിനെക്കാട്ടിലും മുമ്പേ ദൈവം അവരെ പ്രിപ്പയർ ചെയ്യായിരുന്നു. അതാണ് പാസ്റ്ററെ എനിക്കുള്ളൊരു മറുപടി. സകലത്തിലും തകർന്നു കിടന്ന ജനത്തെ ദൈവം അവിടെ വെച്ച് തന്നെ പണിതു. ഇന്നത്തെ ഇസ്രായേലിനെ നമ്മൾ കാണുമ്പോൾ ഇവർ യുദ്ധത്തിൽ ടോപ്പാ, പക്ഷെ ഇവരല്ല. ഇവരുടെ പിതാക്കന്മാരുടെ തലമുറ നോക്കിയാൽ പോലും അവരെ യുദ്ധം അഭ്യസിപ്പിച്ചത് ദൈവമാണ്. അതിനു വേണ്ടിയിട്ടുള്ള സകലതും കൊടുത്തതും പഠിപ്പിച്ചതും ട്രെയിൻ ചെയ്തതും എല്ലാം ദൈവമായിരുന്നു. പാസ്റ്റർ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? തീർച്ചയായിട്ടും പാസ്റ്റർ മുമ്പേ പറഞ്ഞല്ലോ, ഈ അടിമത്തത്തിൽ കിടന്ന ജനം, ഡിസിപ്ലിൻഡ് അല്ലാത്ത ജനം വർദ്ധിച്ചു പെരുകി 30 ലക്ഷമായി. ആ ജനത്തെ ശരിക്കും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പുരോഹിത രാഷ്ട്രമാക്കി മാറ്റിയത് മരുഭൂമിയിലെ 40 വർഷമാണ്. നമ്മളീ പറഞ്ഞ 1-2 മാസങ്ങൾ കൊണ്ട്, ഇപ്പോൾ കനാനിൽ നിന്ന് യാക്കോബ് സഞ്ചരിച്ച് മിസ്രൈമിൽ വന്നത് 40 വർഷം കൊണ്ടല്ല, അതിന് ചില മാസം, അല്ലേ, 1.5 മാസമേ എടുക്കുന്നുള്ളൂ. അപ്പം അത്രയും സമയം കൊണ്ട് ഇസ്രായേൽ മക്കളങ്ങ് വാഗ്ദത്ത ദേശത്ത് എത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ യാതൊരു ഡിസിപ്ലിനും ഇല്ലാത്തൊരു ജനതയെ എത്തുന്നത്. പക്ഷേ പാസ്റ്ററെ, അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ മരുഭൂമി പ്രയാണം പുരോഗമിച്ചപ്പോൾ സമാഗമന കൂടാരം പണിതു. പാസ്റ്റർ മുമ്പേ കാണിച്ച ഒരു ചാർട്ട്, അതായത് സമാഗമന കൂടാരത്തിൻ്റെ 4 സൈഡിലും എങ്ങനെയാണ് ക്യാമ്പ് ചെയ്തിരുന്നത്. ഏറ്റവും ഫ്രണ്ടിലായിട്ടുള്ളത്, കിഴക്കൻ സൈഡിലുള്ളത് ജൂതയുടെ ക്യാമ്പാണ്, യഹൂദയുടെ ക്യാമ്പാണ്. അതുപോലെ അതാ ലീഡിങ് ഗോത്രം എന്ന് യഹൂദ പുറപ്പെടട്ടെ എന്ന ക്യാമ്പ് പുറപ്പെടുമ്പോഴും ഒന്നാമത് പുറപ്പെടുന്നത് യഹൂദയായിരുന്നു. അതിനൊക്കെ ഒത്തിരി നമ്മൾ വ്യാഖ്യാനിക്കാൻ പോയാൽ ആ ഒരു ക്രമീകരണം തന്നെ ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്യാൻ കഴിയുന്ന ഒരു അനുഭവമാണ്. ഈ വേദപുസ്തകത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും പുതിയ നിയമം മറഞ്ഞു കിടക്കുക. അതെ. പ്രത്യേകിച്ചും പഴയ നിയമത്തിലെ ഈ ഇസ്രായേലിൻ്റെ ക്യാമ്പ് എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ ദൈവത്തിൻ്റെ സാൽവേഷൻ പ്ലാൻ മറഞ്ഞു കിടപ്പുണ്ട്. പിന്നെ മുഴുവൻ ദൈവിക പദ്ധതികളും ആ ഒരു ക്യാമ്പിൻ്റെ ഓർഡറിൽ തന്നെ മറഞ്ഞു കിടപ്പുണ്ട്. 4 ക്യാമ്പുകളാക്കിയിരിക്കുന്നത്, 4 ക്യാമ്പുകൾ, 3 ഗോത്രങ്ങളെ 4 ക്യാമ്പുകളാക്കി. ലേവ്യനെ ഒരു ഇന്നർ സർക്കിളിൽ വെച്ചു, ഏറ്റവും നടുക്കായിട്ട് സമാഗമന കൂടാരം. ലേവ്യനെ നേരെ സമാഗമന കൂടാരത്തിൻ്റെ പുറത്ത് പാർപ്പിച്ചിരിക്കുക. അതിന് ഒരു കാരണം പറയുന്നുണ്ട്. ലേവ്യൻ ഒരു മതിൽ പോലെയാണ്. ദൈവത്തിൻ്റെ ക്രോധം പുറപ്പെട്ട് ജനത്തെ നശിപ്പിച്ച് കളയാതിരിക്കേണ്ടതിന് ജനത്തിനും ലേവ്യനും സമാഗമന കൂടാരത്തിനും ഇടയിൽ ഒരു സർക്കിൾ ലേവ്യരുടെ പാളയങ്ങളാണ്. അപ്പം ദൈവം ഒരിക്കലും ലേവ്യനെ മറികടന്ന് അങ്ങോട്ട് പോകത്തില്ല. ലേവ്യൻ ഒരു സംരക്ഷണത്തിൻ്റെ മധ്യസ്ഥതയുടെ ഭിത്തി പോലെ നിൽക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഓരോ ക്യാമ്പിനും ഒരു ലീഡിങ് ഗോത്രമുണ്ടായിരുന്നു. 4 ക്യാമ്പുകൾക്ക് ഒരു ലീഡിങ് ഗോത്രമുണ്ടായിരുന്നു. പാസ്റ്റർക്ക് ആ പിക്ചർ ഒന്ന് കാണിക്കാമെങ്കിലേ? പാസ്റ്ററെ, ആ ഒരു ചാർട്ട്, അതിനകത്ത് ഏറ്റവും റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ റൈറ്റ് സൈഡിലുള്ളത്, മുൻഭാഗത്തുള്ളത്, കിഴക്കൻ ഭാഗത്തുള്ളത് യഹൂദയുടെ ക്യാമ്പാണ്. അപ്പോൾ ഈ ഓരോ ഗോത്രങ്ങൾക്കും കൊടികളുണ്ടായിരുന്നു, കൊടിയടയാളങ്ങളുണ്ടായിരുന്നു. ഈ ഓരോ ഗോത്രങ്ങൾക്കും കൊടിയടയാളങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ
ഏറ്റവും സമാഗമന കൂടാരത്തിൻ്റെ വാതുക്കലുള്ള ജൂഡ അല്ലെങ്കിൽ യഹൂദായുടെ ഗോത്രം, ഏറ്റവും സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ക്യാമ്പിൻ്റെ ലീഡിംഗ് ഗോത്രമാണ് യഹൂദ. യഹൂദയുടെ കൊടിയടയാളമാണ് സിംഹം. അതുപോലെ തന്നെ അതിൻ്റെ പുറകിൽ ലെഫ്റ്റിലും റൈറ്റിലും ബാക്കിലുമായിട്ട് 3 ക്യാമ്പുകൾ. ഈ 3 ക്യാമ്പുകൾക്കും അതുപോലെ തന്നെ ലീഡിംഗ് ഗോത്രങ്ങളുണ്ട്. ആ ലീഡിംഗ് ഗോത്രങ്ങൾക്ക് കൊടിയടയാളമുണ്ട്. അപ്പോൾ ഈ 4 കൊടിയടയാളങ്ങൾ ഒന്നിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യെഹെസ്കേലിൻ്റെ പുസ്തകത്തിലും പുതിയ നിയമത്തിൽ വെളിപ്പാടിൻ്റെ പുസ്തകത്തിലൊക്കെ കാണുന്ന ദൈവമഹത്വം വഹിക്കുന്ന കെരൂബിനുള്ള 4 മൃഗങ്ങൾ, അവരുടെ ഫേസ് ഈ ക്യാമ്പിൻ്റെ അറേഞ്ച്മെൻറ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നു. ഏറ്റവും മുന്നിൽ യഹൂദയുടെ കൊടിയടയാളം ലയൺ, അതുപോലെ തന്നെ ബാക്കിയുള്ള 3 ഗോത്രങ്ങൾക്ക് ഒന്ന് കാളയുടെ മുഖം, മറ്റൊന്ന് മനുഷ്യൻ്റെ മുഖം, പിന്നെ ഒന്ന് ഈഗിളിൻ്റെ മുഖം. അപ്പോൾ ഈ 4 മുഖങ്ങളാണ് ദൈവമഹത്വത്തിനുള്ളതെന്ന് യെഹെസ്കേലിൻ്റെ പുസ്തകത്തിലും വെളിപ്പാട് പുസ്തകത്തിലുമൊക്കെ നമ്മൾ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു ക്യാമ്പിൻ്റെ അറേഞ്ച്മെൻറ്റിൽ തന്നെ വെളിപ്പെട്ടിരിക്കുകയാണ്. അപ്പം ശരിക്കും ഇസ്രായേൽ മക്കളുടെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് വാസ് എ മൂവിങ് ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഭൂമിയിലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഖരൂബിൻ്റെ, ഒരു മഹത്വത്തിൻ്റെ ചിത്രമാണ് ഈ ക്യാമ്പ് എന്നുള്ളത്. മതി പാസ്റ്ററെ, ആ ഡിസ്പ്ലേ പാസ്റ്റർക്ക് ഓഫ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് പാസ്റ്ററെ, ഇതിനകത്തെല്ലാം ഭയങ്കരമായിട്ട് ഹിഡനായിട്ടുള്ള നിഴലുകൾ, പുതിയ നിയമ സത്യങ്ങൾ, സാൽവേഷൻ പ്ലാൻ, ഇതെല്ലാം ഇതിനകത്ത് നിറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ക്യാമ്പ്, പട്ടാള ക്യാമ്പ് ചിട്ടയോടെ എങ്ങനെയാണ് ചലിക്കുന്നത് അതുപോലെയാണ് ഓരോ ഗോത്രങ്ങളും അവരുടെ കൊടിയുടെ പിന്നിലായിട്ട് യാത്ര തിരിക്കുന്നത്. ഏറ്റവും ഫ്രണ്ടിൽ യഹൂദ പോകണം, ഏറ്റവും ലാസ്റ്റിൽ പോകുന്നത് ദാനിൻ്റെ ക്യാമ്പാണ്. ഏറ്റവും ലാസ്റ്റിൽ ദാനിൻ്റെ ക്യാമ്പ്, ലാസ്റ്റിലേത്. ദാൻ നമുക്കറിയാം, ദാന് വഴിയിലൊരു പാമ്പെന്നാണ് വിളിക്കപ്പെട്ടത്. പിന്നീട് ചരിത്രത്തിൽ വെളിപ്പാട് പുസ്തകമാകുമ്പോൾ 12 ഗോത്രങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഗോത്രമാണ് ദാന്. ആ ലിസ്റ്റിൽ ദാനില്ല. ദാനിൻ്റെ പേര് അവിടുന്ന് എക്സ്ക്ലൂഡ് ആകപ്പെടുന്നു. അത് നഷ്ടപ്പെടാനൊക്കെയുള്ള കാരണങ്ങൾ പലപ്പോഴും ആളുകൾ പറയുന്നത്, ദാൻ വഴിയിലൊരു പാമ്പെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ദാൻ ഗോത്രത്തിൽ നിന്നാണ് ഫ്യൂച്ചറിൽ എതിർ ക്രിസ്തു വരുന്നത് എന്ന് ഒരു പഠിപ്പിലുണ്ട്. എതിർ ക്രിസ്തു ദാൻ ഗോത്രക്കാരനായിരിക്കും. ഇസ്കോരിയത്ത യൂദ ദാൻ ഗോത്രക്കാരനായിരുന്നു, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ. അങ്ങനെ യാക്കോബിൻ്റെ പ്രവചനത്തിൽ ദാൻ വഴിയിലൊരു പാമ്പ് എന്ന് ദാനിനെ വിളിച്ചെങ്കിൽ ആ ദാൻ ഗോത്രമാണ് ലാസ്റ്റ് ഗോത്രമായിട്ട് എണ്ണപ്പെട്ടതെങ്കിൽ അതുപോലും ഈ പാളയത്തിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു ചിട്ടയുമില്ലാതിരുന്ന ജനത്തെ പട്ടാള ചിട്ടയുള്ള ഒരു ജനതയാക്കി മാറ്റുകയല്ല, ഇവരുടെ കൂടാരങ്ങൾ അടിക്കുന്നത്. അതുപോലെ തന്നെ 50 പേർക്ക് 100 പേർക്കൊക്കെ അധിപതികളെ വെച്ചിട്ട്, അല്ലേ, ശതാധിപന്മാരെയും ശാസ്ത്രാധിപന്മാരെയും ഒക്കെ വെച്ചിട്ട് മുഴുവൻ ജനത്തെയും കൃത്യമായിട്ട് മോശ ഓർഡറിൽ കൊണ്ടുവന്നു. അതാ വളരെ അത്ഭുതം. ഈ പാളയങ്ങളെ ക്രമീകരിക്കുക മാത്രമല്ല ചെയ്തത്, മുഴുവൻ ജനത്തെയും 50, 100 പേര്, 1000 പേര് ഇങ്ങനെ ആളുകളുടെ ലീഡർഷിപ്പിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്ന് 40 വർഷത്തെ ആ ഒരു മരുഭൂമി യാത്ര കഴിയുമ്പോഴേക്കും ഈ ജനതയെ കൃത്യമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഡിസിപ്ലിനുള്ള ഒരു ഫോമിലേക്ക്, ഒരു എന്താ അതിന് പറയേണ്ടത്, ഒരു സംഘടന എന്ന നിലയിൽ, അതിനെ ഓർഗനൈസേഷൻ എന്ന നിലയിൽ അതിനെ ഡെവലപ്പ് ചെയ്യുവാൻ ഇടയായി തീർന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം, ബിലയാം വന്നിട്ട് ഇവരെ ശപിക്കാൻ വന്ന ബിലയാം ഇവരെക്കുറിച്ച് പറയുന്ന വാചകം എന്താണെന്നറിയാമോ? ഇവരുടെ കൂടാരങ്ങളുടെ മനോഹരത്വമാണ് പറയുന്നത്. പർവ്വതത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ഈ കൂടാരങ്ങളെ നോക്കിയിട്ട് ആ കൂടാരങ്ങളുടെ ക്രമീകരണങ്ങളുടെ ബ്യൂട്ടിയാണ് പറയുന്നത്. എത്ര മനോഹരമായിട്ടാണ് ചിട്ടയായിട്ട്, അല്ലേ? സംഖ്യാപുസ്തകം, അല്ലേ പാസ്റ്ററേ? സംഖ്യാപുസ്തകം 24 അവിടെ ബിലയാം ശപിക്കാൻ വന്ന ആള്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ ഇടകലരാത്ത ജനമെന്ന് പറഞ്ഞിട്ട് അവരുടെ ക്യാമ്പിങ്ങിൻ്റെ സൗന്ദര്യം. അപ്പം പണ്ടത്തെ പോലെ ചിതറിയ ജനമല്ല. 40 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവർ ശരിക്കും ദൈവം ഒരുക്കിയെടുത്ത ഒരു രാഷ്ട്രമായി വളരത്തക്കവണ്ണം കനാനിൽ ഇനിയും വന്നു കഴിഞ്ഞാൽ, കനാനിൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലോ, കനാനിൽ വന്നു കഴിഞ്ഞിട്ട് ദേശം അവർക്ക് അവകാശമായി കിട്ടിയപ്പോൾ ഇത് വിഭാഗിച്ചു കൊടുക്കുന്നത് പോലും എത്ര കൃത്യമായിട്ടാണ്. ഓരോ കുടുംബക്കാർക്കും ഏത് ലാൻഡ് കൊടുക്കണം. സത്യം പറഞ്ഞാൽ
പാസ്റ്റർ ഇത് ചെറിയ കാര്യമാണോ? കാരണം നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ, വീടുകളിലൊക്കെ 4 മക്കളുണ്ടെങ്കിൽ വസ്തു വീതം വെച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ശരിയല്ലേ? കറക്റ്റാ. ഒരു കുടുംബത്തിന് വസ്തു വീതം വെച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടാകുമ്പോഴാണ് ഒരു പഞ്ചായത്തല്ല, ഒരു രാജ്യത്തെ മുഴുവൻ സ്ഥലങ്ങളും അത് 12 ഗോത്രങ്ങൾക്ക് വീതം വെച്ചിട്ട് ആ 12 ഗോത്രങ്ങൾക്കകത്തും അല്ലേ ഓരോ കുടുംബങ്ങൾക്ക് അവകാശം കൊടുത്തുന്ന. അതെ അതെ അതെ. എത്ര അത്ഭുതകരമായിട്ടാണ് ഈ ജനതയെ ദൈവം ആ ദേശത്ത് കൊണ്ടുവന്ന് നമ്മുടെ ഭാഷയിൽ ഡിസ്ട്രിക്റ്റും താലൂക്കും ഒക്കെ ആക്കി. അതെ, അന്ന് ഉപയോഗിച്ച പദം അങ്ങനെയല്ല എങ്കിൽ പോലും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞതാ. ഒക്കെ ആക്കി കൃത്യമായിട്ട് ആരെവിടെ പാർക്കണം, ദേശം ആർക്കുള്ളതാണ്. നഫ്താലിക്ക് മലമടക്കുകൾ കൊടുത്തെങ്കിൽ അല്ലേ, പാലും തേനും ഒഴുകുന്ന ദേശം എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ലാൻഡാണ് ഉള്ളത്. പാലൊഴുകുന്നത് താഴ്വരയാണ്, തേൻ ഒഴുകുന്നത് മലമ്പ്രദേശങ്ങളാണ്. അപ്പോൾ ആര് മലയിൽ പാർക്കണം, ആര് താഴ്വരയിൽ പാർക്കണം എന്നുള്ള ഭൂപ്രകൃതിയൊക്കെ കൃത്യമായിട്ട് വിഭാഗിച്ചു കൊടുത്ത് ആ ജനതയെ അവിടെ കൊണ്ട് ആക്കുകയാണ്. പിന്നെ പാസ്റ്റർ പറഞ്ഞൊരു കാര്യം, യുദ്ധങ്ങൾ തീർന്നില്ല ഇവർക്ക്. നമ്മൾ ഈ ശൗലിൻ്റെ കാലമാകുമ്പോഴും കാണുന്നത് ആ സമയത്തും ഇസ്രയേലിൽ വാളുണ്ടായിരുന്നത് ശൗലിൻ്റെ കയ്യിലും യോനാഥൻ്റെ കയ്യിലും മാത്രമായിരുന്നു. അന്നേരം ഈ ജനത ശരിക്കും ഒരു കാർഷിക വൃത്തി ചെയ്യുന്ന ഒരു ജനത, ആട്ടിടയന്മാരുടെ ഒരു കൂട്ടം ഇങ്ങനെ തന്നെ അങ്ങ് പോവുകയാണ്. 400 വർഷം ന്യായാധിപന്മാർ ഭരിച്ചിട്ടും അവരുടെ ഇടയിൽ ഈ പറഞ്ഞതുപോലെ ആയുധങ്ങളൊന്നും പണിയാൻ അവർക്ക് ഉത്സാഹമില്ലായിരുന്നു. അവിടെ നിന്നാണ് ദാവീദിൻ്റെയൊക്കെ കാലമാകുമ്പോഴേക്കും ആർക്കും റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സൈന്യശക്തിയായിട്ട് ഇസ്രായേൽ വളർന്നു വരുന്നത്. പാസ്റ്റർ പേരുകളെക്കുറിച്ച് പറഞ്ഞു, എനിക്ക് രസമായിട്ട് തോന്നിയിട്ടുണ്ട് പാസ്റ്ററെ. പലപ്പോഴും ഇസ്രായേലിൻ്റെ ലീഡേഴ്സിൻ്റെ നെയിമൊക്കെ വളരെ രസകരമാണ്. മൊസാദിൻ്റെ നേതാവിൻ്റെ പേര് ഡേവിഡ് എന്നാണ്. അപ്പം പഴയ ഡേവിഡിനെ നമ്മളെ ഓർപ്പിക്കും. ഈ ഡേവിഡിൻ്റെ കവണക്കല്ല് പോലെയാണ് മൊസാദിൻ്റെ പ്രയോഗങ്ങൾ. 1 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. ഡേവിഡിൻ്റെ കല്ലങ്ങനെ ആയിരുന്നല്ലേ, ദാവീദിൻ്റെ കവണയിൽ നിന്ന് പുറപ്പെട്ട കല്ല് അത് എറിഞ്ഞവൻ്റെ മിടുക്കുന്ന പോലെ കറക്റ്റ് ലക്ഷ്യത്തിൽ കൊള്ളുന്നത് പോലെയാണ്. അത്രയ്ക്ക് ആക്യുറസിയാണ് ഈ പറഞ്ഞ മൊസാദിൻ്റെ ഇപ്പോഴത്തെ ഡേവിഡിൻ്റെ കല്ലുകൾ പോയി വീഴുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഡേവിഡാണ്. ബെഞ്ചമിൻ നെതന്യാഹു, ബെഞ്ചമിൻ എന്ന പേര് തന്നെ ശൗൽ രാജാവ് സത്യത്തിൽ ബെഞ്ചമിൻ ഗോത്രക്കാരനായിരുന്നു. ബെഞ്ചമിൻ എന്ന പേരിൻ്റെ അർത്ഥം എൻ്റെ ബലത്തിൻ്റെ വലങ്കരം എന്നാണ്. യാക്കോബിൻ്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു ശരിക്കും ബെഞ്ചമിൻ. അപ്പോൾ ആ പേരുകളൊക്കെ ഇന്നിട്ട പേരുകളാണെങ്കിലും അതിനകത്ത് തന്നെയൊക്കെ ഒരു പവറുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഇവരുടെ ആയുധങ്ങളുടെ പേരുകളെക്കുറിച്ചാണ് പാസ്റ്റർ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആയുധങ്ങളുടെ പേരുകൾ മാത്രമല്ല, ഇവരുടെ നേതാക്കന്മാരുടെ പേരുകൾക്കകത്തും ഈ പറഞ്ഞ വേദപുസ്തകത്തിലെ പേരുകളുടെ ഒരു ചരിത്രാവർത്തനം, ഒരു തനിയാവർത്തനം, അതിൻ്റെ ഒരു ശക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോവുക. ശരിയല്ലേ പാസ്റ്ററെ? കറക്റ്റ് പാസ്റ്റർ. ഈ ഒരു ശത്രുവിന് എന്നും പ്രശ്നമുള്ളത് ഈ ഒരു ജാതിയോട് പ്രശ്നമാണ്. കാരണം ഈ ബൈബിൾ എലൈവായി തീരുന്നത് യഹൂദൻ, അവന്റെ പേരുകൾ, അവനോടുള്ള ഇടപാടുകൾ, അവനോടുള്ള സിസ്റ്റം. അപ്പൊ ഇവനെ ഭൂമിയിൽ നിന്ന് തുടച്ചു കളഞ്ഞാൽ അടുത്തത് ശത്രുവിനും ബൈബിളിന്റെ കാര്യങ്ങളെ മാറ്റിക്കളയാമെന്ന് ശത്രുവിന്റെ ഒരു വ്യർത്ഥ വിചാരം ഇപ്പോഴും ഓർത്തുകൊള്ളു. കാരണം ദൈവത്തിന്റെ ഉടമ്പടി ആദ്യമേ ദൈവം കൊടുക്കുമ്പം ഉടമ്പടിക്ക് സാക്ഷി നിന്നത് ഇസ്രായേൽ ജനമാണ്. കാരണം 30 ലക്ഷം പേരുണ്ടായിരുന്നു ഇതിന് സാക്ഷി പറയാൻ. എവിടെ വെച്ചായിരുന്നു? സീനായി പർവ്വതത്തിന്റെ താഴ്വര വെച്ച് ദൈവം ഉടമ്പടി എഴുതി കൊടുക്കുമ്പോൾ ആ ഉടമ്പടിക്ക് സാക്ഷി നിന്നത്, രക്തം തളിക്കപ്പെട്ട നിയമത്തിന്റെ പുസ്തകത്തിന്റെ മേലും ജനത്തിന്റെ മീതെയും അങ്ങനെ സാക്ഷി നിന്നവര് 30 ലക്ഷം പേരായിരുന്നു. ഈ സാക്ഷിയെ മാറ്റിക്കളഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഇവർക്ക് തെളിവില്ലാതായി തീരും. ശത്രുവിന്റെ വലിയൊരു തന്ത്രമാണ് സാക്ഷിയെ മാറ്റിക്കളയുക. ഇസ്രായേൽ ജനം ആ സാക്ഷിയായിട്ട് ഇന്ന് ഭൂമിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഘടികാരമായിട്ട് നിൽക്കുന്നത്. അവരെ തുടച്ചു കളയാനും വേണ്ടിയിട്ടാ ഇവർ ഇത്രയും ശത്രു പല രീതികളിൽ പ്രവർത്തിക്കുന്നത്. പക്ഷെ അതുകൊണ്ടാണ് ഇന്നത്തെ യുദ്ധത്തിന്റെ എല്ലാം പിമ്പിക്കിടക്കുന്ന പലതിന്റെയും കാര്യങ്ങളിലേക്ക് വരുന്നത്. ഇസ്രായേൽ മക്കളെ ദൈവം കൊണ്ടുവന്ന് ഉറപ്പിച്ച സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞു. പ്രത്യേകിച്ച് ഈ ജൂബിലി ഇയറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്, ജൂബിലി ഇയർ എന്ന് പറഞ്ഞ ബൈബിളിലെ ഒരു 49 കഴിഞ്ഞ 50ാമത്തെ വർഷം വരുന്ന ദൈവത്തിന്റെ ഒരു പ്രമാണമാണ് ജൂബിലി ഇയർ. ജൂബിലി ഇയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രമാണങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ കാണാം,
ഇസ്രയേലിന് ദൈവം അവകാശം കൊടുത്തു. ഇത് ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തില ബൈബിളിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജൂബിലി ഇയറിന്റെ പ്രമാണം, ജൂബിലി ഇയർ അതിനകത്ത് പറയുന്ന ഒന്ന് രണ്ട് പ്രമാണങ്ങൾ പറയാ. പക്ഷേ ദേശം നിങ്ങൾക്ക് ദൈവം ഗോത്രം ഗോത്രമായിട്ട് അവകാശം തിരിച്ചു തന്നു. ഇനി ഈ ദേശം ഗോത്രങ്ങൾക്കായി തിരിച്ചു തന്നതുപോലെ തന്നെ ഇരിക്കണം. അത് ഇവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, വേറെ എവിടുന്നെങ്കിലും ലാൻഡ് മേടിക്കാം, പക്ഷെ വിറ്റ് കളയാൻ പറ്റത്തില്ല. ഈവൻ ഇത് വിറ്റ് കളഞ്ഞാൽ, ഇവൻ കടം കയറിയോ അല്ലെ വേറെ ഏതെങ്കിലും രീതിയോ വിറ്റ് കളഞ്ഞാൽ പോലും ഇത് ജൂബിലി ഇയർ വരുമ്പോൾ ഒറിജിനൽ ഓണർ ആരാ അവർക്കിത് വന്നു ചേരും. പിന്നെ അടിമ വന്നു ചേരും. അടിമ മാത്രമല്ല മടങ്ങിപ്പോകുന്നത്, വസ്തുവകകൾ പോലും തിരിച്ചു പോരും എന്നുള്ളൊരു ഭയങ്കര പ്രമാണമാണ്. പിന്നെ ഒരു മോശയുടെ അടുക്കൽ ഒരു പ്രശ്നം വന്നു ഇങ്ങനെ, അല്ലെങ്കിൽ യോശുവയുടെ അടുക്കൽ ഒരു പ്രശ്നം വന്നായിരുന്നു. വിവാഹം ചെയ്യുന്ന സമയത്ത് ഒരു വൃദ്ധന് 3 പെൺകുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ, 2-3 പെൺകുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ആ വസ്തു മറ്റ് അന്യഗോത്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ട്രൈബിൽ നിന്ന് കല്യാണം കഴിക്കുന്ന പുരുഷന്മാർക്കായി പോകും. അന്നും ദൈവത്തിനോട് ഈ ആലോചന വെക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഇല്ല, നിങ്ങൾ അതത് ഗോത്രത്തിൽ നിന്ന് തന്നെ കഴിക്കണം, വിവാഹം കഴിക്കണം. കാരണം നിങ്ങൾക്ക് തന്ന ഈ വസ്തുക്കൾ, അവകാശം, അത് അങ്ങനെ തന്നെ ഇരിക്കണം. ലേവ്യ പുസ്തകത്തിലെ ഒരു മനോഹരമായ ഒരു വാക്യമുണ്ട്. ഞാൻ അതൊന്ന് വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സെലോഫാഹത്തിന്റെ പെൺമക്കളെ കുറിച്ചാണ് പാസ്റ്റർ പറഞ്ഞത്. അതെ, അതെ, അതായത് അവര് മോശയുടെ അടുക്കൽ വന്ന് പറയുന്നത് 3 പെൺകുട്ടികൾ മാത്രമുള്ള കുടുംബത്തിൽ അതെ, അവര് വിവാഹം കഴിക്കുമ്പോൾ വെളിയിലുള്ള ഗോത്രത്തിലെ പുരുഷന്മാരെയാണ് വിവാഹം കഴിക്കുന്നെങ്കിൽ സെലോഫാഹത്തിന്റെ അവകാശം മറ്റൊരാൾക്ക് മാറിപ്പോവും, മറ്റു ഗോത്രത്തിനായി പോവും. അപ്പോൾ അത് ഉണ്ടാകാൻ പാടില്ല. അതേ ഗോത്രത്തിലെ ആളുകൾ തന്നെ അവരെ വിവാഹം കഴിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നാണ് ദൈവം മോശയിലൂടെ പറഞ്ഞത്. അതിനകത്ത് തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് പാസ്റ്റർ. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയൊരു ഭാഗമാണ്. പുരുഷന്മാർക്ക് മാത്രമല്ല അവകാശങ്ങൾ, പെൺകുട്ടികൾക്കും അവകാശമുണ്ടെന്ന് നമ്മുടെ ഈ പറഞ്ഞ പുതിയ ക്രിസ്തീയ നിയമങ്ങളിലല്ല, പഴയ നിയമത്തിൽ തന്നെ രേഖപ്പെടുത്തിയൊരു ഭാഗമാണത്. പാസ്റ്റർ പറഞ്ഞ വാക്യം എടുക്കാം പാസ്റ്റർക്ക്. പാസ്റ്റർ, ലേവ്യ പുസ്തകം 25-ന്റെ 23-ാമത്തെ വാക്യത്തിൽ, നിലം ജന്മം വിൽക്കരുത്, ദേശം എനിക്കുള്ളതാകുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ പരദേശികളും വന്നു പാർക്കുന്നവരും അത്രേ. അഥവാ ഒരിക്കലും ജന്മം വിൽക്കാൻ പറ്റത്തില്ല. അഥവാ കടം കയറിയോ ഏതെങ്കിലും രീതിയോ ഒരു ഗോത്രത്തിന് കൊടുത്താൽ ജൂബിലി ഇയറിന് മടങ്ങി വരും. ഈ മടങ്ങി ദൈവത്തിന്റെ ഒരു പ്രമാണം കേൾക്കണേ, അവകാശം ആ കൊടുത്തതുപോലെ തന്നെ എല്ലാ സമയത്തും അങ്ങനെ ഇരിക്കണമെന്നുള്ള ദൈവത്തിന്റെ പ്രമാണമാണ്. ബാക്ക് ടു നോർമൽ എന്ന് വേണേ നമുക്ക് പറയാം. ബാക്ക് ടു നോർമൽ. ഇതിനകത്ത് വലിയൊരു ആത്മീക മർമ്മം കൂടെ കിടപ്പുണ്ട്. ആത്മീക മർമ്മം എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഈ ഭൂമി പല രീതികളിൽ പലരുടെ കൈകളിലായിപ്പോയി, ജാതികളുടെ കൈകളിൽ, അല്ലെങ്കിൽ ശത്രു പലതിനെ പിടിച്ചുകൊണ്ട് പോയി. പക്ഷെ ദൈവത്തിന്റെ ജൂബിലി വരുമ്പോൾ, അതാണ് എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞേക്കുന്നത്, ഈ ദൈവത്തിന്റെ സ്വസ്ഥത, അത് ജൂബിലിയെ കുറിച്ചാണ്. ദൈവത്തിന്റെ സ്വസ്ഥതയെക്കുറിച്ച് യോശുവ സ്വസ്ഥത വരുത്തിയെങ്കിൽ ഇനി മറ്റൊരു സ്വസ്ഥത ഇല്ലായിരുന്നു. പക്ഷെ ദൈവജനത്തിന് വലിയൊരു സ്വസ്ഥത ശേഷിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഒരു മഹാജൂബിലിയെ കുറിച്ച് പറയുക. ശത്രു പിടിച്ചോണ്ട് പോയത് ദൈവം ഇത് മൊത്തം പിടിച്ച് ബാക്ക് ടു നോർമൽ, ഭൂമി എങ്ങനെ ഉണ്ടായിരുന്നത് ആ സിസ്റ്റത്തിലേക്ക് ദൈവം കൊണ്ടുവരും. പക്ഷെ ഇന്നത്തെ യുദ്ധം നടക്കുന്നതിനകത്ത് ജൂബിലി ഇയർ ഉണ്ട്. നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. 2023 ഒക്ടോബർ 7 എന്ന് പറയുന്ന ആ ഡേറ്റ് ബൈബിളിന്റെ കണക്ക് പ്രകാരം പഠിക്കുമ്പോൾ ഒരു ജൂബിലി ഇയർ വന്ന് നിൽക്കുന്ന, എല്ലാം കൊണ്ടും ദിവസങ്ങൾ പോലും തെറ്റാതെ വന്ന് നിൽക്കുന്ന ഒരു ദിവസമാണ് 2023 ഒക്ടോബർ 7. അതുകൊണ്ടാണ് യഹൂദൻ അന്ന് വാർ ഡിക്ലെയർ ചെയ്തത്. ആ വാർ ഇന്നും തീർന്നിട്ടില്ല. ഭാഗികമായിട്ടൊന്ന് സ്റ്റോപ്പ് ആയെങ്കിൽ പോലും പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല. അന്നുകൊണ്ട് വാർ ഡിക്ലെയർ ചെയ്തു. അവരന്നേ വിളിച്ചു പറഞ്ഞു, ഗസ ഇത് ജൂബിലി ഇയർ ആയതുകൊണ്ട് ഞങ്ങളുടെ ബൈബിളിന്റെ തോറായുടെ പ്രമാണം അനുസരിച്ച് ഞങ്ങളുടെ അവകാശത്തിലുള്ള ലാൻഡ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയാൽ ദൈവം ഞങ്ങൾക്ക് തിരിച്ചു തരുന്ന 50-ാമത്തെ വർഷമാണ് ജൂബിലി ഇയർ. അതുകൊണ്ട് അവർ പറഞ്ഞു, ഗസ വിൽ ബി അവേഴ്സ് ആഫ്റ്റർ ദിസ് വാർ. ഗസ ഞങ്ങളുടെ ആയിരിക്കും. 2023 അവർ ഡിക്ലെയർ ചെയ്തു.
നമ്മൾ ദൈവവചനത്തിൽ കൂടെ ഇത് നോക്കുമ്പോൾ കാണാം, ഇതൊന്നും ഒരു പൊളിറ്റിക്കൽ വാർ അല്ല. മനുഷ്യൻ ഇതിനകത്ത് പലതിനകത്തും കെണിയാകുക, അല്ലെ മനുഷ്യൻ ഇതിനകത്ത് പലതിനകത്തും അറിവില്ലായ്മ നിമിത്തം, അജ്ഞത നിമിത്തം പിശാച് അവരെ ഉപയോഗിക്കുക. ഇത് ഒരു പൊളിറ്റിക്കൽ വാർ അല്ല, ഇതൊരു സ്പിരിച്വൽ വാർ. ഇസ്രയേലിനോടുള്ള പല യുദ്ധങ്ങൾ നോക്കിയാൽ നമ്മളതിനകത്ത് പൊളിറ്റിക്കൽ ആംഗിൾ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ഇത് ദൈവത്തോടുള്ള വൈരാഗ്യ നിമിത്തം ചെയ്യുന്ന പൈശാചിക മണ്ഡലങ്ങൾ ചൊടിപ്പിച്ചു വിടുന്ന ഒരു യുദ്ധങ്ങളുടെ കൂടിയാണ്. പക്ഷെ ഇസ്രയേലിനെ ഒരിക്കലും തകർക്കാൻ പറ്റത്തില്ല. ഇസ്രയേലിനെ ഒരിക്കലും, കാരണം ദൈവം ഇനിയും വരുന്നതും, ദൈവം തന്നെ സിംഹാസനം യെരൂശലേമിൽ, കാരണം ലോകത്തിന്റെ കേന്ദ്രമാകണം യെരൂശലേം. അപ്പൊ ഇവരെ തുടച്ചു നീക്കിക്കഴിഞ്ഞാൽ യെരൂശലേം സിംഹാസനമാക്കി വെക്കാൻ പറ്റുമോ മഹാരാജാവിന്? ഒരിക്കലും പറ്റത്തില്ല. കാരണം ഇവര് കണ്ടിരിക്കും, പക്ഷെ ഇവർ തോൽവിയൊക്കെ സംഭവിക്കും, ഇവർക്ക് തകർച്ച വരും, ഇവർക്ക് പല രീതികളിൽ ബുദ്ധിമുട്ട് വരുമെങ്കിൽ പോലും ഇവരെന്നേക്കുമായിട്ട് തകർന്നു പോകത്തില്ല. നമ്മൾ അവിടോട്ടാ വരുന്നത്, അവരുടെ പല ചരിത്രങ്ങളിൽ കൂടെ വരുന്നത്. പക്ഷെ ഇസ്രയേലിനെ ഇവര് കനാൻ ദേശം ഒക്കിപ്പേ ചെയ്യുന്നതിനെക്കാട്ടിലും മുമ്പേ ഇവരെ മിലിറ്ററി ആക്കി. അത് ദൈവവചനത്തിൽ കൂടെ കാണാൻ പറ്റും. ഇവർ മിലിറ്ററി ആയതിനു ശേഷമാണ് കനാൻ ദേശം ഒക്കിപ്പേ ചെയ്യുന്നത്. അല്ലാതെ ഈ അവിടെ ചെന്നിട്ട് അവർ പിന്നീട് ടെക്നോളജിയും അതൊക്കെ വർദ്ധിച്ചെങ്കിൽ പോലും ഇവർ മരുഭൂമിയിൽ വെച്ച് തന്നെ ഇവര് ദൈവത്തിന്റെ ഭയങ്കര സിസ്റ്റം പോലെ. മാസ്റ്റർ പറഞ്ഞൊരു വാക്യമുണ്ടായിരുന്നു, സംഖ്യാപുസ്തകത്തിലെ ബിലയാം എന്ന് പറയുന്ന ഒരു വാക്ക്. ഇതാ മരിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്ത ഒരു ജനം. അടുത്ത് പറയുന്നു, ഇസ്രയേലേ നിന്റെ കൂടാരങ്ങൾ, യാക്കോബേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം, താഴ്വര പോലെ പരന്നിരിക്കുന്നു, നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെ, ദൈവം നട്ടിരിക്കുന്ന ജലാന്തികയുള്ള ദേവദാരുക്കൾ പോലെ. എത്ര മനോഹരമായിട്ട് ഈ കൂടാരത്തെ ദൈവം ഓർഡർ ചെയ്തെന്നറിയാമോ? ആ കൂടാരം പോലും നോക്കിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഞാൻ ആ കൂടാരത്തെ കുറിച്ചുള്ള ഒരു ഷേപ്പ് ഞാനൊന്ന് കാണിച്ചോട്ടെ. ആ കൂടാരത്തിന്റെ നോക്കിക്കേ, ഈ കൂടാരത്തിന്റെ അറേഞ്ച്മെന്റ്, കിഴക്കേ വശത്ത് യഹൂദ, ഇസാക്കാർ, സെബുലൂൻ, റൂബേൻ, സിമയോൻ, ഗാദ്, ഇതിന്റെ ഓർഡർ കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തന്റെ പുത്രനെ വരച്ചു കാട്ടാൻ ആരാധന മധ്യേ ഉണ്ട്. ഇതിന്റെ ചുറ്റിനും ക്രോസിന്റെ സിമ്പലിലാണ് ഇതിന്റെ ദൈവം ഓർഡർ ചെയ്തേക്കുന്നത്. ഇനി ഇതിന്റെ ഫെർട്ടിലിറ്റി പഠിച്ചാൽ പോലും, ഇതിന്റെ ഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഇവരുടെ ജനസംഖ്യ വർധനവ് പഠിച്ചാൽ പോലും, ഒരു കുരിശിന് ഏറ്റവും നീളമുള്ളത് താഴ്ഭാഗമാണ്, ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് യഹൂദയ്ക്കാണ്. ഏറ്റവും കൂടുതൽ ആ ഒരു ക്രോസിന് ഏറ്റവും ചെറിയ ഭാഗം എന്ന് പറയുന്നത് ടോപ്പിലെ ഭാഗമാണ്, മേളത്തെ ഭാഗമാണ്. വെസ്റ്റ് സൈഡിലാണ് ഏറ്റവും ആൾക്കാർ കുറവുള്ളത്. ഇനി ക്രോസിന്റെ രണ്ട് വശങ്ങളിലോടും ഒരുപോലെ ആയിരിക്കും. ഇത് നോക്കിയേ, ഇതിന്റെ രണ്ട് വശങ്ങളും ഏകദേശം ഇതിന്റെ ഫെർട്ടിലിറ്റിയുടെ കണക്ക് നോക്കിക്കേ, ഒരുപോലെ. ദൈവം 430 സംവത്സരം എത്ര മനോഹരമായിട്ടാ തന്റെ പുത്രനെ വരച്ചു കാട്ടാൻ ഇവരുടെ ജീവിത ശൈലിയും ഇവരുടെ ജനസംഖ്യ വർധനവും ഇവരുടെ ആരാധനയെല്ലാം മരുഭൂമിയിൽ കൊണ്ടുവന്ന ദൈവം മനോഹരമാക്കി തീർത്തത്. ഇതിനകത്ത് കിടക്കുന്ന മർമ്മങ്ങളൊക്കെ ഭയങ്കര ആഴമോ വസ്ത്രേ, ഭയങ്കര ആഴമോ. തിരി പഠിക്കാനുണ്ട് വസ്ത്രേ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സാൽവേഷൻ പ്ലാൻ മുഴുവൻ ഈ മരുഭൂമി യാത്രയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞ ക്രൂശീകരണം, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മൂവിങ് ഗ്ലോറി, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇസ്രായേലിൻ്റെ യുദ്ധങ്ങളെക്കുറിച്ച് തന്നെ നമ്മൾ പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ പാസ്റ്റർ മുമ്പ് പറഞ്ഞു, കനാനിൽ ഇവരെത്തുന്നതിന് മുമ്പ് തന്നെ ഇവരെ ദൈവം എങ്ങനെയാണോ ഓർഗനൈസ് ചെയ്തത്, ഈ പറഞ്ഞ ഒരു ജനതയാക്കി, അച്ചടക്കമുള്ള ജനതയാക്കി, സൈന്യമാക്കി, ജനത എന്ന നിലയിലും അവരെ പല ഗ്രൂപ്പുകളാക്കി, എല്ലാം കനാൻ കിട്ടുന്നതിന് മുമ്പ് വീതം വെപ്പ് കഴിഞ്ഞു. കനാൻ കിട്ടുന്നതിന് മുമ്പ് ലാൻഡ് ആർക്കൊക്കെ എന്നുള്ളത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. കാരണം മോശ മരിക്കുന്നതിന് മുമ്പ് തന്നെയാണ് രൂപനും മനശ്ശെയുടെ പാതിഗോത്രം ഗാദ്യരും വന്നിട്ട് പറയുന്നത്, ഞങ്ങൾക്ക് യോർദാൻ ഇക്കരെയുള്ള സ്ഥലം വേണം, യോർദാന്റെ വെസ്റ്റേൺ സൈഡ് അല്ലേ ഫസ്റ്റ്, വെസ്റ്റേൺ സൈഡ് ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നത്. ഇവരുടെ ഓർഡർ വേണമെങ്കിൽ നമുക്കൊന്ന് കാണിക്കാം ഫസ്റ്റ്, ഇവരെങ്ങനെ യാത്ര ചെയ്യുന്നുള്ള ഓർഡർ. ഒന്നാമത്തെ ഗോത്രം, ഓരോ ഗോത്രങ്ങൾ ബൈബിളിലെ ഏറ്റവും മേളിൽ അതിന്റെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഹൈലി സിസ്റ്റമാറ്റിക്കലി ആയിരുന്നു. ഓരോന്നിനും ഫ്ലാഗ്, കൊടികൾ ഏന്തി ഒരു സൈന്യം പോലെയായിരുന്നു ഇവരുടെ യാത്ര.
ഇതായിരുന്നു പക്ഷെ അവര് ടാബർനാക്കിൾ കഴിഞ്ഞിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു ഹൈ മിലിറ്ററി പരേഡ് ചെയ്യുന്നത് പോലെ ആയിരുന്നു അവരുടെ യാത്ര. ക്രിസ്തു പറഞ്ഞാണ്. സൗണ്ട് വരുന്നില്ല. അതിനകത്ത് ആ ഫ്ലാഗിൻ്റെ പേരുകൾ പാസ്റ്റർ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ മുമ്പേ പറഞ്ഞ ഖെരൂബുകളുടെ 4 മുഖങ്ങൾ അതിനകത്ത് വ്യക്തമാണ്. അതായത് ഈസ്റ്റ് സൈഡിൽ ലയൺ, യഹൂദയുടെ ഫ്ലാഗിൻ്റെ അടയാളമാണ് ലയൺ, യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമെന്ന് നമ്മൾ പറയത്തില്ലേ. രണ്ടാമത് പിന്നെ വരുന്നത് ഫ്ലാഗ് വരുന്നത് സൗത്തിൽ വരുന്നത് മനുഷ്യൻ്റെ മുഖമാണ്. അത് രൂപൻ ഗോത്രത്തിൻ്റെയാണ്. മനുഷ്യൻ്റെ മുഖം രൂപൻ ഗോത്രവുമായിട്ടുള്ള കണക്ഷൻ വരാൻ കാരണം രൂപനെക്കുറിച്ച് പറയുന്നത് രൂപൻ വെള്ളം പോലെ തുളുമ്പുന്നവൻ, ഒരു ശരിയായ മനുഷ്യൻ്റെ ബലഹീനത എല്ലാം ഉള്ള മനുഷ്യനാണ് രൂപൻ. അതുകൊണ്ട് മനുഷ്യൻ്റെ മുഖം രൂപൻ ഗോത്രത്തിൻ്റെ ഫ്ലാഗാണ്. പിന്നെ അടുത്തത് നമ്മൾ കാണുന്നത് വെസ്റ്റ് സൈഡിൽ എഫ്രീം ഗോത്രം ഒരു കാളയായിട്ടാണ് കാണുന്നത്. പിന്നെ ദാൻ ഗോത്രം, ലാസ്റ്റുള്ള ദാൻ ഗോത്രം ഒരു ഈഗിളായിട്ട് കാണുന്നു. ഈ 4 മുഖങ്ങളാണ് ശരിക്കും ദൈവത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ ഗ്ലോറി വേദപുസ്തകത്തിൽ കാണിക്കുമ്പോൾ. ഈ 4 മുഖങ്ങളാണ് 4 ജീവികൾക്ക് അല്ലെങ്കിൽ ആ ഒരു കരൂബുകളുടെ 4 മുഖങ്ങളായിട്ട് എസെക്കിയേലും മറ്റും കാണുന്നത്. ഇതൊക്കെ വളരെ അത്ഭുതമാണ്. പലപ്പോഴും ഇങ്ങനെ കണക്ട് ചെയ്ത് ഈ കാലത്ത് എത്ര പേർ ഈ വചനങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം സത്യം പറയില്ല പാസ്റ്ററെ, അങ്ങനെ പാസ്റ്റർമാർ പ്രസംഗിക്കുന്നത് ഞാൻ എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ കേട്ടിട്ടുണ്ട്. ഇന്നൊന്നും ഇങ്ങനെയൊന്നും പ്രസംഗിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ കുറവായിരിക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാം അത്യാവശ്യം. കാരണം അബ്രഹാമിൻ്റെ ചരിത്രത്തിലേക്ക് തിരിച്ചു പോയിട്ട് ഹാഗാറും ഇസ്മായേലും കുറേ വൈര്യങ്ങളുടെയും കുറേ വാശികളുടെയും ഒക്കെ കഥ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സത്യത്തിൽ ഇന്ന് നടക്കുന്ന വിഷയങ്ങളുടെ പിന്നിൽ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇന്ന് നടക്കുന്ന വിഷയങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇതൊക്കെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ആരംഭിച്ച ചില വൈര്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളുടെയൊക്കെ ഒരു അനന്തരഫലമാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം പ്രിയമുള്ള ദൈവമക്കളെ. ഇസ്രായേൽ മക്കൾ മിസ്രൈം വിട്ട് കനാനിൽ വന്നപ്പോൾ അവരുടെ സഹോദരവർഗത്തിൻ്റെ ഒരു ലാൻഡ് പോലും ദൈവം അവർക്ക് കൊടുത്തില്ല. ഇസ്മായിലിൻ്റെ കൊടുത്തില്ല, യാക്കോബിൻ്റെ സഹോദരനാകുന്ന യേശാവിൻ്റെ കൊടുത്തില്ല, ഇസ്ഹാക്കിൻ്റെ സഹോദരനാകുന്ന ഇസ്മായിലിൻ്റെ കൊടുത്തില്ല. ഈ ലാൻഡ് ഒന്നും അവരുടേത് ആർക്കും കൊടുത്തിട്ടില്ല. ഇസ്രായേലിന് അവകാശം കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ ഇസ്മായിലിൻ്റെ സന്തതിക്കോ യേശാവിൻ്റെ സന്തതിക്കോ അങ്ങനെയുള്ള അബ്രഹാമിൻ്റെ മറ്റ് സന്തതികൾക്കൊക്കെ ദൈവം ലാൻഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവന്തോ മോവാബിയർക്ക് ഈ ലോത്തിന്റെ സന്തതികളുടെ സ്ഥലം പോലും എടുക്കല്ലെന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള ആരെങ്കിലും അവരുടെ അവകാശമായ ലാൻഡിന് വേണ്ടിയല്ല ഇന്നും ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഈ ധാരണ എല്ലാവർക്കും ഉണ്ടാകണം. ഇപ്പോഴുള്ള തെറ്റിദ്ധാരണ എന്താ? ഇപ്പോഴുള്ള തെറ്റിദ്ധാരണ ഇസ്രായേലിൻ്റെ അവകാശമല്ലാത്ത ഇസ്മായിലിൻ്റെയോ ഏദോമിൻ്റെയോ ഒക്കെ ലാൻഡിന് വേണ്ടി ഇവർ യുദ്ധം ചെയ്യുന്നതെന്ന്. അങ്ങനെയല്ല. വേദപുസ്തക കണക്കനുസരിച്ച്, വേദപുസ്തകത്തിൻ്റെ പ്രമാണമനുസരിച്ച്, വേദപുസ്തകത്തിൻ്റെ ഡോക്യുമെൻ്റ് അനുസരിച്ച് ഓരോ മക്കൾക്കും, അബ്രഹാമിൻ്റെ മക്കൾ അത് ഇസ്മായിലാണെങ്കിൽ, അതുപോലെ തന്നെ ഇസ്ഹാക്കാണെങ്കിൽ, പിന്നെ യാക്കോബാണെങ്കിൽ, ഏദോമാണെങ്കിൽ, ലോത്തിൻ്റെ മക്കൾ പാസ്റ്റർ പറഞ്ഞതുപോലെ ഇവർക്കൊക്കെ ദൈവം ലാൻഡ് കൊടുത്തിട്ടുണ്ട്. ആ ലാൻഡുകളെക്കുറിച്ചല്ല ഇപ്പം തർക്കം നടക്കുന്നത്. ആ ലാൻഡുകളൊക്കെ അന്ന് ആർക്ക് കൊടുത്തു? അവരുടെ കയ്യിൽ തന്നെയൊക്കെ ഇപ്പോഴും ഉണ്ട്. ഏകദേശം, മുഴുവനല്ലെങ്കിലും ഏകദേശമുണ്ട്. എന്നാൽ ഇസ്രായേലിൻ്റെ തർക്കം നടക്കുന്നത് അവർക്ക് ദൈവം കൊടുത്ത ലാൻഡ് അവരുടേതായി മാറുവാനാണ്. അപ്പോൾ കുറേ ചരിത്രം കൂടെ നമ്മളതിനകത്ത് തിരിച്ചു വന്ന് പഠിച്ചേ പറ്റത്തുള്ളൂ. അടുത്ത ദിവസങ്ങളിൽ നമുക്കത് ചെയ്യാം, അല്ലേ പാസ്റ്ററെ? ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ഗ്രഹിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. പ്രേക്ഷകരോട് നന്ദി പറയാം. ഞങ്ങളോടൊപ്പം ഈ സമയങ്ങളൊക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതിൽ നിങ്ങൾ ഈ സബ്ജക്റ്റുകൾ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല, 1-2 ദിവസം കൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നീണ്ടുപോകുന്നത്. നന്നായിട്ട് പാസ്റ്ററും ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ടെന്ന് നമുക്ക് ബ്ലെസ്സിങ് ആയി തീരുന്നു. പാസ്റ്ററോട് നന്ദി പറയുന്നു, പ്രേക്ഷകരോട് നന്ദി പറയുന്നു. എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം പിന്നെയും നാം കാണും വരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.